അവരെത്തി എന്നിവർ കണ്ടു. പക്ഷേ മെലീത്തയിലും സ്തോത്രം ഹല്ലേലൂയ എഴുന്നേറ്റ് വന്ന ചില ശക്തികൾ ഉണ്ടായിരുന്നു. പക്ഷേ എവിടെ നിന്ന് ഏത് തീയിൽ നിന്ന് എഴുന്നേറ്റ് വന്നോ അതേ തീയിൽ തന്നെ കുടഞ്ഞു കളഞ്ഞിട്ട് ഹല്ലേലൂയ അഭിഷിക്തൻ മുമ്പോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. പകലിൽ ദൈവമക്കളെ ഹല്ലേലൂയ നമുക്ക് ആ ഒരു വിശ്വാസത്തോടെ ഒരു ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് ദൈവശക്തി ഏറ്റെടുത്തു. നല്ല രാത്രി നമ്മൾ കേട്ടു ഒരു ദൈവ പൈതൽ ഈ ഹല്ലേലൂയ സ്തോത്രം ഊതിക്കെടുത്തുന്നവനല്ല, പക്ഷേ ആ തീയെ ഹല്ലേലൂയ ആത്മശക്തി പകരുന്ന തീയെ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ തീയുടെ ആത്മീയ ശക്തിയെ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ അതിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ ശത്രു ശക്തികൾ തകരുവാനിടയായി തീരും. നമുക്ക് നേരെ കടന്നു വരുന്ന നമ്മുടെ കുടുംബങ്ങൾക്ക് നേരെ, നമ്മുടെ തലമുറകൾക്ക് നേരെ, നമ്മുടെ നന്മകൾക്ക് നേരെ, നമ്മുടെ ഭൗതിക മേഖലകൾക്ക് നേരെ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ബന്ധങ്ങൾക്ക് നേരെ എവിടെയൊക്കെ കടന്നു വരുന്ന ശക്തികളുണ്ടോ അതിനെ ഹല്ലേലൂയ കുടഞ്ഞു കളയുവാനുള്ള ഒരു ദൈവം. ഹല്ലേലൂയ ഈ ഉപവാസത്തിന്റെ നടുവിൽ ഹല്ലേലൂയ ആ ഒരു ദൈവശക്തി ഏറ്റെടുക്കുവാൻ, ആ ഒരു ദൈവകൃപ ഏറ്റെടുക്കുവാൻ സ്തോത്രം നമുക്കിടയായി തീരട്ടെ. അതിനായി ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. സ്തോത്രം കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ പൂർണ്ണമായി ഏൽപ്പിച്ച് വളരെ പ്രാർത്ഥനയോടെ ദൈവപാതകെടുത്തേക്ക് നമ്മളായിരിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി കർത്താവിന്റെ ദാസനെ സമയം വേർതിരിക്കുകയാണ്. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി കർത്താവിന്റെ ദാസനെ വളരെ സ്നേഹത്തോടും ആദരവോടും ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ അതിവിശുദ്ധമായ നാമം ഈ പകൽക്കാലം കർത്താവിന്റെ പവിത്രമുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന മാതാപിതാക്കൾ, വിലപ്പെട്ട സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും എന്നായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായിട്ടുള്ള നാമത്തിൽ എന്റെ വന്ദനങ്ങളെ അറിയിച്ചു കൊടുക്കുന്നു. ഇവിടെ കടന്നുള്ളപ്പോഴാണിക്കുന്നതെ പറ്റി അറിയുവാനായിട്ടിടയായത് സഹോദരിയുടെ വലിയമ്മച്ചി ഞങ്ങളുടെ നാട്ടിലെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയായിരുന്നു. കൊഴുന്തോപ്പിലെ അമ്മച്ചി എന്ന് പറഞ്ഞാൽ ദേശത്തിന്റെ ഒരു വിളക്കാരി. അനേക പ്രാവശ്യം ആ കുടുംബത്തിൽ കടന്നുപോയി പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ആചാര്യം പരിചയപ്പെട്ടപ്പോൾ അവൻ സ്തോത്ര തൃശ്ശൂരുമായിട്ട് മാറ്റാമ്പുറമായിട്ട് ഒത്തിരി ബന്ധങ്ങൾ മനസ്സിലാക്കുവാനായിട്ടിടയായി. അങ്ങനെ ഈ കുടുംബത്തെ ഓർത്ത് ഞാൻ കർത്താവിന് പ്രത്യേകം സ്തോത്രമാക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനായി. ഒരു ദൈവവചനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിലനിൽപ്പ് ദൈവവചനമാണ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കുന്നത്. വചനത്തിന്റെ മൂലഭാഷയിൽ 2 ക്രിയാപദങ്ങളാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പദമാണ് ലോഗോസ്. ലോഗോസ് മീൻസ് റിട്ടൺ വേർഡ് ഓഫ് ഗോഡ്, എഴുതപ്പെട്ട ദൈവത്തിന്റെ വാക്ക്. അവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം നമ്മുടെ കയ്യിലുള്ള ഈ 66 പുസ്തകം 1189 അധ്യായം സ്തോത്രം 35,66,480 അക്ഷരമടങ്ങുന്ന വിശുദ്ധ വേദപുസ്തകം എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം. ഈ വചനത്തിന് ശക്തിയുണ്ട്. ഈ സ്തോത്രം ഒന്നും പറഞ്ഞാൽ പറ്റത്തില്ല. സാധു സുന്ദർ സിംഗ് ഒരിക്കലൊരു ട്രെയിൻ യാത്ര നടത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് മുമ്പിലായിട്ട് 10-80-ലധികം വയസ്സ് പ്രായമുള്ളൊരു വയോധികനായ മനുഷ്യൻ കമ്പിയെ പിടിച്ച് നിൽക്കുക. ആദ്യം സീറ്റ് കൊടുത്തില്ല. അവിടെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ പറ്റില്ല. അദ്ദേഹം നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത ഒരു മന്ത്രവാദത്തിന്റെ പുസ്തകങ്ങളും പാട്ടക്കെട്ടും ഒക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ. ഒരു സ്റ്റേഷൻ ചെന്നപ്പോൾ അത് അദ്ദേഹത്തിന്റെ സീറ്റിൽ വെച്ച് സീറ്റ് തന്റേതാണെന്ന് ഉറപ്പിച്ചതിന് അനന്തരം വെളിയിലോട്ടണം. ഈ സമയത്ത് ഈ വയോധികനായ മനുഷ്യൻ അവിടെ ഇരുന്നു. ആ പുസ്തകങ്ങളും പാഠക്കെട്ടുകളും ഒക്കെ എടുത്ത് അവിടെ ഇദ്ദേഹം മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സീറ്റിൽ ഒരാൾ ഇരിക്കുന്നു. ഇദ്ദേഹം എഴുന്നേറ്റ് കൊടുക്കുന്നുമില്ല. എന്തോ മന്ത്രോച്ചാരണങ്ങളും തമ്മിൽ ഉപയോഗിച്ചു.
ഈ മനുഷ്യൻ ബോധം കെട്ട് താഴ്ന്നു. ഇത് കണ്ടുകൊണ്ടാ സുന്ദർ സിംഗ് പുറകിൽ നീ. സുന്ദർ സിംഗ് മനുഷ്യൻ നീ എന്താ ചെയ്യും? അത്ര ആളുകളുടെ മുമ്പിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ മന്ത്രത്തിന്റെ ശക്തി അതിനെ താഴെ ഇടുന്നു. സുന്ദർ സിംഗ് പറഞ്ഞാൽ ആകട്ടെന്ന് പറഞ്ഞു. ഇദ്ദേഹം കുറെ മന്ത്രോച്ചാരണങ്ങൾ ഉപയോഗിച്ചിട്ടും ഉച്ചരിച്ചിട്ടും ഇദ്ദേഹത്തിന് ഒരു മാറ്റമില്ല. ഏറ്റവും ഒടുവിലായിട്ട് നടന്ന 2 കാര്യം പറയാനാണ് വന്നത്. മന്ത്രവാദി സുന്ദർ സിംഗിനോട് പറയും, എന്റെ ശക്തിയും നിന്റെ ശക്തിയും തമ്മിൽ ഒക്കാത്തതിന് 2 കാരണമാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നിന്റെ ഉടുപ്പിന്റെ പോക്കറ്റിനകത്തൊരു പേപ്പർ കിടപ്പുണ്ട്. അതെന്റെ ശക്തിയും നിന്റെ ശക്തിയും തമ്മിൽ ഒക്കാത്ത ഒരു പേപ്പർ. സുന്ദർ സിംഗ് പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹം ഏതോ സ്ട്രീറ്റിൽ കൂടെ നടന്നു പോയപ്പോൾ 3 യോഹന്നാന്റെ ലേഖനത്തിലെ ഹിന്ദിയിലെ ബൈബിളിന്റെ പേപ്പർ താഴെ കിടക്കുക. ദൈവജനത്തിന്റെ വാക്യം ഒന്ന് കണ്ടപ്പോ അതിന്റെ പൊടി തട്ടിക്കളഞ്ഞ് അവൻ ഉടുപ്പിന്റെ പോക്കറ്റിൽ ഇട്ടു. മന്ത്രവാദി പറയുക, എന്റെ ശക്തി നിന്റെ ശക്തി തമ്മിൽ ഒക്കാത്തതിന് ഒരു കാരണം അതാണ്. അതിനാണെങ്കിൽ 66 പുസ്തകം, 1189 അധ്യായം, 31,214 വാക്യം, 7,73,746 വാക്കുകൾ, 35,66,480 അക്ഷരമടങ്ങുന്ന വിശുദ്ധ വേദപുസ്തകം. അതെന്റെ കയ്യിൽ മാത്രമല്ല, അതിന്റെ ഉള്ളിൽ വന്നാൽ ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽക്കാലം ഒരു അന്ധകാര ശക്തിക്ക് നിന്റെ പേരിനെ അടിക്കാൻ പറ്റത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന്റെ കൂടാരത്തിൽ ഇത് നമ്മുടെ കയ്യിലിരുന്നാ പോലെ ഈ വചനം നമ്മുടെ ഉള്ളിലാണ്. വിധികളുണ്ടല്ലോ, അവരുമായിട്ട് ബന്ധപ്പെട്ട 1-2 വാക്യങ്ങൾ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കാം. സ്തോത്രം. എബ്രായ ലേഖനം 8-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിച്ചേ. ഈ കാലം കഴിഞ്ഞ ശേഷം ഇസ്രായേലിനോട് ദൈവം ദൂത് പറയുക, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? അതെ, നമ്മൾ ഫുൾ വാക്യത്തിലേക്കും മെസ്സേജിലോട്ടും പോകാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി. സന്തോഷമില്ലാന്ന് പറയാമോ? ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഇന്ന് പകൽക്കാലം ന്യായപ്രമാണം എവിടെ എഴുതണം? എല്ലാ മാതാപിതാക്കളും പ്രാർത്ഥിക്കണം, എന്റെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ആ പ്രമാണം ഒന്ന് എഴുതണം. 12ാം ക്ലാസ് കഴിയുമ്പോൾ, കോളേജിൽ കടന്നു പോകുമ്പോൾ, ജോലിക്ക് കടന്നു പോകുമ്പോൾ, വിവിധ രാജ്യങ്ങളിൽ കടന്നു പോകുമ്പോൾ ന്യായപ്രമാണം ഉള്ളിലായ ദൈവം തന്നെ മാറാൻ പറ്റത്തില്ല. ജയം, നിത്യം ജയം, നിത്യം ജയം. ഒന്നെടുത്ത് നോക്കിയോ? സൗകര്യങ്ങളും തനിക്ക് അവിടെ അനുഭവിക്കാം. പാപം ചെയ്യാൻ നല്ല ഒന്നാന്തരം ചാൻസ്. ഞാൻ ഒരു ദൂത് മാത്രം പറയാം. പൊത്തിഫാറിന്റെ ഭാര്യയോട് യോസേഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ആരാണ്, ഞാൻ ആരാണ്, ദൈവം ആരാണെന്ന് എനിക്കറിയാം. ചേർത്ത സ്വപ്നം പറയുന്നത് ന്യായപ്രമാണം ഉള്ളിൽ ഒരുത്തന്റെ അകത്ത് കയറിയാൽ വിടുതലയാണ്. നീ ആരാ? പൊത്തിഫാറിന്റെ ഭാര്യ. സ്തോത്രം. ഞാനാരാ? പ്രമാണമുള്ള ഒരു യഹൂദന. ദൈവം ആരാ? അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ളവനാ. രക്തത്താൽ ജയം.
എല്ലാരും പ്രാർത്ഥിക്കട്ടെ. കുഞ്ഞുങ്ങളെ ദൈവങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. എന്റെ പൈതങ്ങളുടെ ഉള്ളില് ഈ ദിവസം ന്യായപ്രമാണം എഴുതട്ടെ. ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഒരു സാന്നിധ്യം ഇന്ന് പകൽക്കാലം. ദാനിയേലും ശദ്രക് മേശക് അബേദ്നെഗോവിനും കൊട്ടാരത്തിൽ ഏത് ഫുഡും കഴിക്കാം. ഹൈ ക്ലാസ് ഫുഡ് കഴിക്കും. പക്ഷെ അവിടുത്തെ രീതി എന്താണ്? കൊട്ടാരത്തിൽ ഒരു വിഭവം ഉണ്ടാക്കിയാൽ ആദ്യം അവിടെ ദേവീദേവന്മാർക്ക് പൂജ കൊടുക്കും. അതിനുശേഷമേ അവിടെ വിളമ്പത്തുള്ളൂ. ഇത് തിരിച്ചറിഞ്ഞ ഭക്തന്മാര് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അടുത്ത ആമൻ സ്തോത്രം. ഈ ഭോജനം കൊണ്ട് ഞങ്ങൾ ദൈവത്തോട് അശുദ്ധരാകത്തില്ല. ഒരു 10 ദിവസത്തേക്ക് ശാഖപദാർത്ഥങ്ങളും പച്ചവും. ശാഖപദാർത്ഥം എന്ന് വെച്ചാൽ വെജിറ്റബിൾസ് ആണ്, പരിപ്പ. 10 ദിവസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്താ മനസ്സിലായത്? രാജഭോജനം കഴിച്ച വ്യക്തികളുടെ മുഖത്തുണ്ടായതിനേക്കാൾ ഒരു പ്രസരിപ്പ്, ഒരു തേജസ് വെജിറ്റബിൾ കഴിച്ചവന്റെ മുഖത്തുണ്ടായിരുന്നു. ഞാൻ ഇന്ന് പകൽക്കാലം ദൂത് പറയാം, അത് ഭക്ഷണത്തിന്റെ അല്ല, ദൈവകൃപയുടെ തേജസ്. ആളുകളെ നിങ്ങൾ നോക്കി ആ മുഖത്ത് നോക്കുമ്പോ ഒരു തേജസ്സാണ്. വലിയ പണമൊന്നും ഉള്ളവരല്ല, വലിയ സാഹചര്യമൊന്നുമല്ല, അവിടെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ. ഇവിടെ വന്നു കൊച്ചു കുട്ടിയെ ഹൈസ്കൂളിൽ പഠിക്കണം. രാവിലെ സ്കൂളിൽ നിന്ന് ഇറങ്ങി സ്കൂളിലോട്ട് പോവുക, വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിലോട്ട് പോകും. ഈ പണ്ടേ കാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഈ സിനിമാ പോസ്റ്റർ വലിയ ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ചു. സ്വതന്ത്രം മീഡിയാസ് ഒന്നും ഇത്രയും അഡ്വാൻസ് അല്ലേ. ഈ കൊച്ചു പോയ സമയത്ത് ഒരു സിനിമാ പോസ്റ്റർ ഇങ്ങനെ റിലീസായി. കണ്ണുപറിക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുക. ഇവൻ അറിഞ്ഞില്ല അവന്റെ പാസ്റ്റർ തൊട്ട് പുറകെ വരുന്നുണ്ട്. അറിയല്ലോ, അവന്റെ പാസ്റ്റർ പുറകെ വരുന്നുണ്ടായിരുന്നു. ഇവ കണ്ണുപറിക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുക. ഇവന്റെ പുറത്ത് വന്നിട്ട് ചോദിച്ചു, അത് ജോലി കിട്ടി, എന്താടാ സ്കൂളിൽ പോകണ്ടേ? പാസ്റ്ററെ കണ്ടപ്പോഴത്തെ ഇവനെ ഞെട്ടി. എന്താ പറയേണ്ടുന്നത്? ഇവൻ പറഞ്ഞ കാര്യം ഞാൻ പറയാൻ പോകുന്നു. എന്റെ പൊന്നു പാസ്റ്ററെ, ഈ തലമുറയിലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ എന്താ വേണം? ദൈവ വചനം വേണം. എല്ലാവരും പ്രാർത്ഥിക്കണം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ല മൊബൈൽ കയ്യിലൊക്കെ ഇരുന്നോട്ട്, കുഴപ്പമൊന്നുമില്ല. സ്തോത്രം 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 സ്തോത്രം. ഈ കോവിഡ് വന്നതിന് ശേഷം ഇതൊന്നും ഇല്ലാതെ പിള്ളേർക്ക് പറ്റത്തില്ല, അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. പക്ഷേ കൃപ വിട്ട് മാറാതിരിക്കാൻ എന്തോ അകത്ത് വേണം. ചേർത്ത കർത്താവിന്റെ സ്തോത്രം. ഭാഗത്തേക്ക് നമുക്ക് പോകേണ്ടതുള്ളൂ. ഇത് തൊട്ടിട്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ദൂതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
നാളെ ഇന്ന് വൈകിട്ട് നാളേക്ക് എങ്ങനെ ആത്മാവ് ഗൈഡ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ പെട്ടെന്ന് വന്നപ്പോ തൊടുന്ന ഭാഗങ്ങളായത്. പക്ഷേ യിരെമ്യാവിന്റെ പ്രവചനം 32-ാം അധ്യായം 40-ാം വാക്യം. യിരെമ്യ 32:14. ഞാൻ അവരെ വിട്ടു പിരിയാതെ അവരെ വിട്ടു പിരിയാ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. ആ. എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. പിന്നെ അവരെന്നെ വിട്ടു മാറാതിരിപ്പാൻ. ആ വാക്യം എല്ലാവരും ശ്രദ്ധിച്ചോണം. ഞാൻ അവരെ വിട്ട് മാറാതെ ഇരിപ്പാൻ എങ്കിലുള്ള ശക്തി ആ ഞാൻ അവരുടെ ഹൃദയത്തിലാക്കി. ഞാൻ അവരെ വിട്ടു മാറാതെ ഇരിപ്പാൻ എങ്കിലുള്ള ഭക്തി. ഞാൻ അവരുടെ ഹൃദയത്തിലാക്കി. ഇന്ന് രാവിലെ സമയം വചനത്തിന്റെ ജയം. ഞാൻ അവരെ വിട്ടു മാറാതിരിക്കാം എങ്കിലുള്ള ഭക്തി അവിടെ ഹൃദയത്തിൽ മക്കളെ. കുഞ്ഞുങ്ങൾക്ക് ഈ പ്രായത്തിൽ ദൈവത്തിന്റെ പ്രസൻസ് അനുഭവിക്കട്ടെ. പൊട്ടിക്കരയട്ടെന്ന് അവർക്ക് ദൈവത്തോട് സംസാരിക്കട്ടെന്ന്, അവർക്ക് ദൈവം പ്രാപിക്കട്ടെന്ന് ആത്മാവിൽ കണ്ട മാതാപിതാക്കളൊക്കെ ഒന്ന് സ്വതന്ത്രം പറ. മാതാപിതാക്കൾക്ക് തലമുറകൾ ഒരു തലവേദനയായിട്ട് മാറുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ന്യായപ്രമാണം എഴുതട്ടെ. ഭക്തിയാൽ അവർ ചുറ്റപ്പെടട്ടെ. ഒരു വാക്ക് ഇവിടെ വായിച്ചാൽ ഭാഗ്യം അവസാനിപ്പിക്കേ. The book of Ezekiel, chapter 36, verses 26. 36-26. Ezekiel 36-26. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയൊരു ഹൃദയം തരും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. നല്ലതായിട്ടുള്ള ഹൃദയത്തെ ഞാൻ എടുത്തു മാറ്റി. ഞാൻ നിങ്ങൾക്ക് ഇന്ന് എന്തോ തരാൻ പോവാ? പുതിയൊരു ഹൃദയം. ജയം. പഴയ ഹൃദയം കല്ലായിട്ടുള്ള ഹൃദയം, ക്ഷമിക്കാൻ കഴിയാത്ത ഹൃദയമാണ്, ഓർക്കാൻ കഴിയാത്ത ഹൃദയമാണ്, സ്നേഹിക്കാൻ കഴിയാത്ത ഹൃദയമാണ്. ദൈവത്തിന് വന്ന പൊട്ടിക്കറിയാൻ കഴിയാത്ത ഹൃദയമാണ്, അടിച്ചുപോയ ഹൃദയമാണ്. പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ന്യായവിധിയെ കുറിച്ച് ബോധം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഹൃദയം വരുമ്പോ അതൊരു മാംസളമായ ഹൃദയമായി ചേർന്ന ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ വചനത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ പല വാക്യങ്ങൾ നമുക്ക് നൽകി തരുവാനായിട്ടിടയായത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇത് കുറിച്ചു വെക്കണം. എമിച്ചാക്കോ സാർ ക്ലാസ് എടുക്കാൻ വരുമ്പോ സാറിങ്ങനെ പറയുമായിരുന്നു, ഈ യോഗത്തിന് മുമ്പ് എല്ലാവരുടെയും കയ്യിൽ ഒരു ബൈബിൾ, പിന്നെ ഒരു നോട്ട് ബുക്ക്, പിന്നെ തെളിയുന്ന ഒരു പേന. ചിലി ഏറ്റിരിക്കുന്ന പേനയ്ക്കകത്ത് മഷി ഉണ്ടെന്ന, പക്ഷെ എഴുതി അത് പോയി. പിന്നെ യോഗത്തിന് വന്നിട്ട് ഇത് തെളിയുന്നില്ല, അവർ ഊതുന്നു, കൊടയുന്നു, അടുത്തിരിക്കുന്നവരെ കൂടെ ശ്രദ്ധ കളയും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ഒരു ആവേശമായിരുന്നു ചാക്കോ സാർ, അതുകൊണ്ട് കൂടെ ലോഗോസ് മീൻസ് the written word of God, എഴുതപ്പെട്ട ദൈവത്തിന്. രണ്ടാമത്തെ പദമാണ് റേമ. റേമ മീൻസ് the spoken word of God, സംസാരിക്കപ്പെട്ട ദൈവത്തിന്റെ പദം. ഒറ്റ വാക്കിനെ പറയാൻ ഇപ്പൊ നമുക്ക് സമയം. ഞാൻ ഇവിടെ പ്രസംഗിക്കുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, I am the healer. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന. ഇത്രയും പേര് കേട്ടെങ്കിലും ഉള്ളിൽ ഈ വചനം അങ്ങോട്ട് കയറി അടിപ്പിണതികളാൽ എന്തുകൊണ്ട് ഇന്ന് പകൽ എന്റെ വിടുതലിന്റെ സമയം. അതുകൊണ്ട് ഇസ്രായേലിലെ പൗലൂസ് പ്രസംഗിച്ചു വിടുന്നപ്പം
ഒരു മുടന്തൻ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ സൗഖ്യമാകാൻ ആഗ്രഹം പൗലോസ് എഴുന്നേറ്റ് അടക്കം വചനം അവന്റെ ഉള്ളിൽ കയറി പ്രവർത്തിച്ചതാ. ജയം ജയം. അവരുടെ വചനം സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിൽ തന്നെ പറയാം, ഇന്ന് പകലിന്റെ വിടുതന്റെ പകലാണ്, ആരോഗ്യത്തിന് സൗഖ്യമാണ്, ായിട്ട് മാറിയെന്ന് അത്ഭുത വിടുതം നടക്കും. പകൽക്കാലം നമ്മെല്ലാം തൊടാൻ, നമ്മെല്ലാം വിടിവിക്കുക. നമ്മുടെ കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സല്ലായി തീരാം. ഞാന് ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നൽകി തന്നു വിലപ്പെട്ട ഒരു സന്ദേശം നിങ്ങളുമായിട്ട് വളരെ ശാന്തമായിട്ട് പ്രാരംഭം ഞാൻ ഓർപ്പിക്കാം. കുറേ ദിവസങ്ങളായിട്ടുള്ള അടുപ്പിച്ചുള്ള ശുശ്രൂഷകളായതുകൊണ്ട് ശബ്ദത്തിൽ ഒരല്പം പ്രയാസമുണ്ട്. ഇന്നലെ വൈദ്യ 5 സൗണ്ട് കൂടുതൽ എടുത്തുപോയി നോക്കാം. അതുകൊണ്ട് പ്രാരംഭത്തിൽ ഞാൻ ശാന്തമായിട്ട് തുടങ്ങി. അതുകൊണ്ട് നിങ്ങൾ പതുക്കെ സ്വന്തം പറഞ്ഞു. പണ്ടൊരു ഉപദേശി രാവിലെ തൊട്ട് ഇങ്ങനെ ട്രാക്റ്റൊക്കെ കൊടുത്തിട്ട് വൈകിട്ട് കോട്ടേജ് മീറ്റിംഗ് വന്നു. അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് ഒത്തിരി ക്ഷീണമാണ്, ഞാൻ ഇരുന്നാ പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞു. നല്ല വിശ്വാസികളായിരുന്നു. അപ്പച്ചൻ ഇരുന്ന് പ്രസംഗിച്ചാൽ ഞങ്ങൾ കിടന്ന് കേട്ടില്ല. അങ്ങനെ ഞാൻ പതുക്കെ പറഞ്ഞ് നിങ്ങൾ പതുക്കെ സ്വതന്ത്രം പറയരുത്, ശക്തമായിട്ട് കാര്യങ്ങളിലേക്ക് വിഷയമെടുക്കാം. വളരെ സവിശേഷമായ ചിന്തയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്ന വേദഭാഗം 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങളാണ്. നമുക്ക് ആദ്യത്തെ ഒരു 5 വാക്യം രാവിലെ ശ്രദ്ധിക്കാം. 2ാം ഭാഗം വൈകിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ തന്നെ ആരാധന ഇവിടെ ഉണ്ടാകണം, അഭിഷേകം നടക്കണം, വചനത്തിന്റെ മർമ്മങ്ങൾ അകത്ത് കയറണം, ഒരു വീഴ്ത്തലായിട്ട് തീരുക. ദൈവം നമുക്ക് സമർപ്പിക്കാം. സഹോദരന്മാരെ, നമ്മളുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതെ ഇരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ബൈബിൾ സ്റ്റഡിയുടെ ഒരു ഭാഗമാണിത്. പ്രത്യേകിച്ച് 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. പൗലോസിന്റെ ലേഖനങ്ങളിൽ ഒരു നോട്ട് ഞാൻ തരാൻ പോകും, അതൊക്കെ കുറിച്ച് വെക്കണം. പൗലോസിന്റെ ലേഖനങ്ങളിൽ അറിയാതെ ഇരിക്കരുത് 6 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് പ്രസംഗിക്കത്തില്ല, നോട്ട് തരത്തേ ഉള്ളൂ. നിങ്ങൾ വീട്ടിൽ പോയി ഇത് ഡെവലപ്പ് ചെയ്യാം. ഞാൻ പ്രസംഗത്തെ എന്നിട്ട് പോലൊരു സംഭവം നമ്പർ 1 നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിച്ചാൽ 2 Corinthians chapter 1 verses 8-9. സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതെ, ഞങ്ങളിൽ അല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചു. കഷ്ടതയുണ്ടെന്നും പൗലോസിനെ ദൈവം വിടുവിച്ച് ഇന്നലെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. മേലാലും നമ്മെ വിടുവിക്കുന്നു. ഇത് ദൈവമക്കൾ അറിയാതെ കിട്ടിയോ? ദൈവത്തെ കഷ്ടതയുണ്ടെന്നും പൗലോസിനെ ദൈവം വിടുവിച്ച് ഉറപ്പ് തരികയാണ്. ഇന്നലെ ദൈവം നമ്മെ വിടുവിച്ചു, ഇന്ന് വിടുവിച്ചുകൊണ്ടിരിക്കുന്നു, നാളെയും നമ്മുടെ ദൈവം നമ്മെ വിടുവിക്കും. ഉറപ്പുള്ളവരൊക്കെ ഒരു സ്തോത്രം പറയാം. കഷ്ടത ജീവിതത്തിന്റെ അവസാനം ഒന്നും അല്ലെന്ന്.
ഹല്ലേലൂയ. പൗലോസ് എന്താ പറഞ്ഞ? നൊടി നേരത്തേക്കുള്ള എന്നിട്ട് ബാക്കി ഒന്ന് വായിപ്പിച്ചേ പറ്റത്തുള്ളൂ. അവിടെ ഒരു ദൂത് പറയാതെ എങ്ങനെയാ പോകുന്നത്? സ്തോത്രം. ഒന്ന് പത്രോസിന്റെ ലേഖനം എടുത്തേ. ഫസ്റ്റ് പീറ്റർ chapter 1 verses 4 to 7. ഒന്ന് പത്രോസ് 1:4 മുതൽ വാക്യങ്ങൾ. അന്ത്യകാലത്ത് ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന. അപ്പൊ ഇന്ന് രാവിലെ സമയം വചനം കേൾക്കുന്ന ദൈവം നമ്മുടെ കഴിവ് കൊണ്ടോ മിടുക്ക് കൊണ്ടോ കുടുംബശ്രേഷ്ഠത കൊണ്ടോ ആരോഗ്യം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ ജോലി കൊണ്ടോ ഒന്നും അല്ല നമ്മൾ ഇന്ന് ദൈവശക്തിയാൽ ദൈവം നമ്മളെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതിനൊക്കെ അകത്ത് കേറണം. ഇത് വായിച്ചു ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന അടുത്ത വാക്യം. സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അടുത്ത വാക്യം. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കുന്നു. അപ്പൊ കഷ്ടതയെ പറ്റി പൗലോസ് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു ഭാഗം എന്താണ്? അവൻ 30 നേരത്തെ കഷ്ടത എത്രയേ ഉള്ളൂ? പറ. സ്തോത്രം. പക്ഷെ തേജസ്സോ 2 കൊരിന്ത്യർ ലേഖനം എടുത്ത് 4:17 വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 4:17. ബൈബിൾ സ്റ്റഡി ആർട്ടികളെ കൊണ്ട് എല്ലാം എഴുതിപ്പിച്ചുകൊണ്ട് ഞാൻ എടുത്തുണ്ടായിരുന്നു. നമുക്ക് അത്രയും സമയം ഇല്ലാത്തതുകൊണ്ടാണ്. വായിച്ചു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഓ സ്തോത്രം, സ്തോത്രം. ഈ വെളിപ്പാടൊക്കെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കഷ്ടത എന്നൊരു വിഷയമേ അല്ല. പത്രോസ് പറഞ്ഞ അല്പ നേരത്തേക്ക് കഷ്ടത എപ്പം വരെയുള്ളൂ? കൊരിന്ത്യർ ലേഖനത്തിൽ വന്നപ്പോ അത് പറയുകയാണ് കഷ്ടത കേട്ടോ കൈയൊന്നും ഒട്ടിക്കുന്ന നേരെയുള്ളൂ കഷ്ടം. നമ്മൾ ഈ കഷ്ടത വരുമ്പം ആരുമായിട്ടാ തുലനം ചെയ്യുന്ന അറിയാമോ? ഏറ്റവും കാശുള്ള ഒരു പ്രയാസമില്ലാത്ത ആ കുടുംബത്തോടാണ് നമ്മുടെ കഷ്ടത നമ്മൾ എന്ത് ചെയ്യുന്നത്? അങ്ങോട്ട് പലപ്പോഴും നമ്മൾ നിരാശപ്പെട്ടു പോകും കേട്ടോ. അദ്ദേഹം വിശ്വാസത്തിൽ വന്നതേ ഉള്ളൂ. അവൻ ഒരു പോരാട്ടവും ഇല്ല. സ്തോത്രം, സ്തോത്രം. ഒരു പ്രശ്നവും ഇല്ല. എനിക്കാണെങ്കിൽ ഒന്നും അറിയാൻ അടുത്ത വിഷയം പ്രശ്നങ്ങളുടെ കൂമ്പാരം. ഇത് തമ്മിൽ കമ്പാരിസൺ വരുമ്പോ നമ്മളെന്തോ ചെയ്യും? പക്ഷെ ഇന്ന് രാവിലെ സമയം പൗലോസ് പറയുന്നത് കൂട്ടുവിശ്വാസിയുടെ സൗഖ്യമായിട്ട് നീ കമ്പയർ ചെയ്യാതെ നിത്യമായിട്ട് നമ്മുടെ കഷ്ടത ഇന്നുമായി നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യാമോ? ഇനി ലോകത്ത് അടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം യേശു കർത്താവിന്റെ മധ്യാകാശമാണ്. ഈ പറയുമ്പോ എഡിച്ചേക്കോ സാറിന്റെ വാക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. സെറ്റപ്പ് ചെയ്തുകൊണ്ട് എന്താണ് സാറി ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന ഒരു ഭാഗമുണ്ട്. പ്രധാന ദൂതനാകുന്ന മീഖായേൽ കാഹളം ചുണ്ടോടടുപ്പിച്ചിട്ട് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുക. ഒന്നുകൂടെ പറയാം. പ്രധാന ദൂതനാകുന്ന മീഖായേൽ കാഹളം ചുണ്ടോടടുപ്പിച്ചിട്ട് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുക. ഓർഡർ ലഭിച്ചാൽ മതി. ദൂതൻ കാഹളം മുറിയാൽ എന്തോ സംഭവിക്കും? നിങ്ങൾ എടുക്കപ്പെടും. അവിടെ തൊട്ട് അവിടെ പ്രസംഗം അങ്ങ് ഡീവിയേറ്റ് ചെയ്തു പോകും. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മരിച്ചു മൺമറിഞ്ഞ വിശുദ്ധന്മാർ ഏഴ് വർഷം നമ്മളെ കർത്താവിനോട് ഒരുമിച്ച് ആകാശ മേഘത്തിലായി. അത് നടക്കേണ്ടുന്ന 2 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഒന്ന് പ്രതിഫല വിഭജനമാണ്. പൗലോസ് അതുകൊണ്ടാ പറയുന്ന അവനവൻ ശരീരത്തിൽ ചെയ്യുന്നത് നല്ലതാകിലും അതിന് തക്കവണ്ണം നാം എല്ലാവരും ക്രിസ്തുവിന്റെ ഈ വാക്യം വായിച്ചിട്ട് കള്ളടിച്ച് കിടക്കുന്ന മത്തായിച്ചുള്ള വാക്യം എന്ന് പറഞ്ഞ് ബൈബിൾ മടക്കി. ഇത് എഴുതിയതാര്? പൗലോസ് എഴുതിയത്. ആർക്ക് വേണ്ടി എഴുതിയത്?
കോരിന്തിലുള്ള വിശുദ്ധന്മാർക്കായിരുന്നു, നമ്മിൽ ഓരോരുത്തർ. അപ്പൊ എഴുതിയ പൗലോസും അവിടെ നിൽക്കണം, കോരിന്തിലുള്ള വിശുദ്ധന്മാർ നിൽക്കണം. എല്ലാ ദൈവമക്കളും തന്നെ പറ്റത്തില്ല. പ്രതിഫല വിഭജനങ്ങൾ അവിടെ എങ്ങും ഇപ്പൊ നമുക്ക് കയറാൻ പറ്റുന്നില്ല. ഏതെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ഞാനത് ഓർത്തി. രണ്ടാമതായിട്ട് യേശു കർത്താവിനെ മണവാളനായിട്ട് ചിത്രീകരിക്കുമ്പോൾ സഭയെ മണവാട്ടിയായിട്ട് ചിത്രീകരിക്കും. മോളെ ഇങ്ങോട്ട് വെച്ച് കുഞ്ഞാടിന്റെ വിവാഹ മഹോത്സവ സ്വർഗത്തിൽ വെച്ചതാണ്. ഈ ഭൂമിയിൽ ആന്റിക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു അഖില ലോക നേതാവിന്റെ നേതൃത്വത്തിൽ സ്വേച്ഛാധിപത്യം ഭരണമാണ്. രണ്ട് ഭാഗമായിട്ട് അതിനെ തിരിച്ചു പഠിപ്പിക്കുന്ന അവിടെ നമുക്ക് ഇപ്പോൾ തൊടാൻ സമയം. ഏറ്റവും ഒടുവിലായിട്ട് ഒരു യുദ്ധം നടക്കും. അതാണ് ഹാർ മെഗിദോ താഴ്വരയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഹർമഗദോനി യുദ്ധം. ഈ യുദ്ധത്തിൽ കർത്താവാകുന്ന യേശു ക്രിസ്തു തന്റെ വായിലെ ശ്വാസത്താൽ അധികാരത്താൽ സാത്താനെയും എതിർ ക്രിസ്തുവിനെയും കള്ളപ്പമാനെയും 1000 വർഷം ബന്ധിച്ച് ചങ്ങലയ്ക്കകത്തേക്ക് ഈ ഭൂമിയിൽ കർത്താവിനോട് ഒരുമിച്ച് സഭ 1000 വർഷം ഒടുവിലായിട്ട് സാത്താനെ അഴിച്ചു വിട്ടിട്ട് സമാപന യുദ്ധം നടക്കാൻ പോവുക. ഗോഗി യുദ്ധം, വെള്ളസിംഹാസന ന്യായവിധി വരുന്നു. ഈ കാന്ത ഭൂമി തീയാൽ ശുദ്ധീകരിച്ചെടുക്കാൻ പോകുക. ഇത്തരം മനുഷ്യരെ ഇറങ്ങാൻ പോകുക. ഞാൻ നമ്മുടെ നിത്യതയെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഈ ശരീരത്തിൽ ആത്മാ പോയി കഴിഞ്ഞാൽ നമ്മള് എവിടേക്കാ പോകുന്നത്? പർദീസയിലേക്കാ പോകുന്നത്, സ്വർഗീയ പർദീസയിലേക്ക് പോകുന്നത്. കർത്താവിനോട് ഒരുമിച്ച് എത്ര വർഷം അവിടെ കാണും? 7 വർഷം. പ്രതിഫല വിഭജനം. ആമേൻ. സ്തോത്രം, സ്തോത്രം. ലോകം വെറുത്ത ഭക്തന്റെ വിലയൊക്കെ അവിടെ അറിയാം. സ്തോത്രം. ഞങ്ങളുടെ നാട്ടിലെ ഭക്തനായ ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു, പാപ്പി അപ്പച്ചൻ. അച്ഛൻ പേരെന്തായിരുന്നു? ബിനു. ബിനു അച്ഛന്റെ വലിയപ്പച്ചനാണ്, മമ്മിയുടെ അപ്പച്ചൻ. എനിക്കൊന്ന് 10-30 കിലോമീറ്ററുകൾ നാട്ടിന്ന് ഹിന്ദുക്കളെന്നില്ല, മുസ്ലിങ്ങളെന്നില്ല, ക്രിസ്ത്യൻസ് എന്നില്ല, ബന്ധക്കോസുകാരെന്നില്ല, നടന്ന് 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 ട്രാക്ട് കൊടുത്ത് കയറി പ്രാർത്ഥിച്ച് ദൂത് പറയുന്ന അപ്പച്ചൻ. അപ്പൊ ഈ അച്ഛനോട് വന്നപ്പോ എന്റെ ഹൃദയം ഭയങ്കരമായിട്ട് സന്തോഷിച്ചു കേട്ടോ. ദൈവത്തിന്റെ നീതി എത്ര വരും. അപ്പച്ചന്റെ ശവോടക ശുശ്രൂഷയും ഞാൻ ഇപ്രകാരം ഓർപ്പിക്കാനായിട്ടില്ല. നിങ്ങൾ നോക്കുമ്പോൾ ഒരു സാധാരണപ്പെട്ട മനുഷ്യന്, പക്ഷെ കർത്താവിന്റെ സന്നിധി ചെല്ലുമ്പോൾ ശ്രേഷ്ഠനായ മനുഷ്യനാണ്. ഭക്തന്റെ വേല അവിടെ അറിയാൻ പോവുകയാണ്. 7 വർഷം നമ്മൾ കർത്താവിനോട് ഒരുമിച്ച് സ്വർഗീയ പർദീസ്. അതിനുശേഷം 1000 വർഷം കർത്താവിനോട് ഒരുമിച്ച് ഈ ഭൂമിയെ ഭരിക്കാനായിട്ട് നമ്മൾ വരും. പള്ളിക്കൂടത്തിന്റെ വരാത്ത കാണാത്ത അമ്മച്ചി കർത്താവിനോട് ഒരുമിച്ച് ഈ ലോകത്തെ ഭരിക്കുമെന്നൊക്കെ പറഞ്ഞു വരുമ്പോ എത്ര സ്വതന്ത്രം പറഞ്ഞു. ഇപ്പൊ എല്ലാം കൂടെ എത്ര വർഷമായി? 1007 വർഷമായി. വീണ്ടും ഈ കാണുന്ന ഭൂമി തീയാൽ ശുദ്ധീകരിച്ചെടുക്കുക. പുത്തനെ മനുഷ്യരെ ഇറങ്ങി വരിക. നീതി അധിവസിക്കുന്ന ആ ഭൂമിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. പിന്നെ കാലമില്ല, സൂര്യൻ വേണ്ട, നക്ഷത്രങ്ങൾ വേണ്ട, കുഞ്ഞാട് എന്റെ പ്രകാശമായിരിക്കും. കർത്താവിനോട് ഒരുമിച്ച് നമ്മളെ സന്തോഷിക്കുക, നിത്യത ആരംഭിക്കുക. നമുക്ക് ഈ ദിവസങ്ങളിൽ ആ ചിന്തയൊന്നുമില്ല. നമുക്ക് ആകെ ചിന്ത എങ്ങനെയെങ്കിലും നന്നായിട്ടൊന്ന് സെറ്റിൽമെന്റ് ചെയ്യണം. അതൊക്കെ നടന്നോട്ടെ. അതിനേക്കാട്ടിലേക്ക് ഉപരി നിത്യതയുടെ വിളിപ്പാണ്. അവിടെ ഉപവാസ പ്രാർത്ഥനയാണെങ്കിൽ നമ്മുടെ മെസ്സേജ് അവിടെ ഞാൻ അവസാനിക്കാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ വർണ്ണമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിത്തീരാം. അല്പസമയം ദൈവത്തിനെ പഠിക്കുകയും വേണം. ആത്മാവിന്റെ ശുശ്രൂഷ നടക്കണം. സമയം നമ്മുടെ മുമ്പിലുണ്ട്. ആമേൻ. സ്തോത്രം. വളരെ ധ്യാനിച്ച് ദൂതിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോകുക. എല്ലാവരും ഹാപ്പിയാണോ? ആമേൻ. പണ്ടേ കാലത്ത് ഈ ടേപ്പ് റെക്കോർഡറുണ്ട്. സ്തോത്രം. ഇതിങ്ങനെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ടേപ്പൊക്കെ ഉള്ള കറങ്ങുന്നേ
റെഡ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തു, ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കാൻ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? റെക്കോർഡിങ് നടക്കുന്നുണ്ടോ അല്ലേ? സോ ബാറ്ററി ഇല്ലെങ്കിൽ എന്തോ ചെയ്യും? നിങ്ങളിങ്ങനെ ശാന്തമായിട്ടിരിക്കുവാൻ എനിക്ക് മനസ്സിലാകുന്നത് റെക്കോർഡിങ് നടക്കുന്നുണ്ടോ? സ്വത്രമൊക്കെ പറഞ്ഞു. വിശുദ്ധ വേദപുസ്തകത്തിലെ 46-ാമത്തെ പുസ്തകമാണ് 1 കൊരിന്ത്യർ. 16 അധ്യായങ്ങളിലായിട്ട് ഏതാണ്ട് 437 വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസിന്റെ 2ാമത്തെ മിഷണറി യാത്ര അഖായ പ്രദേശങ്ങളിലായി. 3 മിഷണറി യാത്രകൾ പൗലോസ് പ്രധാനമായിട്ട് 3 മേഖലകളെ കണ്ടുകൊണ്ടാണ് ക്രമീകരിക്കാനായിട്ട്. ആദ്യത്തേത് ഏഷ്യ മൈനറായിരുന്നു, ആസിയ. 1ാമത്തെ മിഷണറി യാത്രയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. 2ാമത്തെ പൗലോസിന്റെ മിഷണറി യാത്ര എന്ന് പറയുന്നത് ഗ്രീസ് ആയിരുന്നു, അഖായ പ്രദേശം. 2ാം മിഷണറി യാത്രയിലാണ് പൗലോസ് കോരിന്ത് പട്ടണത്തിൽ കണ്ടത്. 3ാമത്തെ തന്റെ മിഷണറി യാത്ര എന്ന് പറയുന്നത് ഈ ആസിയക്കും ഗ്രീസിനും ഇടയിൽ ജനനിബിഡമായ വിശാലപ്പെട്ട ഒരു സ്ഥലമുണ്ട്. അതാണ് എഫോസോസ് എന്ന് പറയുന്നത്. എഫേസ്യ ലേഖനത്തിന്റെയൊക്കെ പശ്ചാത്തലം അവിടെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ 2ാമത്തെ മിഷണറി യാത്രയില് പൗലൂസ് കോരിന്ത് പട്ടണത്തിലെത്താനായിട്ട് ഇന്നലത്തെ മെസ്സേജിനകത്ത് ഒരു ചെറിയ ഭാഗം ഞാൻ അവിടെ ഓർപ്പിച്ചു. പൗലൂസിന്റെ 4 പ്രാവശ്യമായിട്ടുണ്ടായ ദൈവപ്രത്യക്ഷത എവിടൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ ചോദിച്ചു, നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നില്ല, മനസ്സിലുണ്ടല്ലോ ഉണ്ടല്ലോ. എന്തെങ്കിലും 2ാമത്തെ ദൈവശബ്ദം കേട്ടത് കോരിന്തിൽ വെച്ചാണ്. അപ്പോസ്തലപ്രവൃത്തി 18-ാമത്തെ അധ്യായത്തിലാണ്. സ്തോത്രം. യഹൂദന്മാരെല്ലാം റോമാ നഗരം വിട്ടുപോകൻ രാത്രി കർത്താവ് ഇറങ്ങിയിട്ട് പറയാം, പൗലോസ് ധൈര്യമായിട്ട് പ്രസംഗിക്കണം, മിണ്ടാതിരിക്കരുത്. ഈ പട്ടണത്തിൽ എനിക്ക് അനേക ജനമുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തരുത് ഞാനാ പറയുന്നേ. പൗലോസ് അവിടെ നിന്നു 1 വർഷവും 6 മാസം 18 മാസം പൗലോസ് കോരിന്തിൽ നിന്ന് ദൈവജനം പഠിപ്പിച്ചു. ധാർമ്മികമായിട്ട് ഇതുപോലെ അധപ്പതിച്ച ഒരു പട്ടണം വേറെ ഇല്ല ആ കാലഘട്ടത്തില്. അഫ്രോഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു ദേവതയാണ് ആ ദേശത്തെ ഭരിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് അവൻ സ്തോത്രം ധാർമ്മികമായിട്ട് അധപ്പതിച്ചൊരു പട്ടണം. ഞാൻ തന്നെ അത് വായിപ്പിച്ച് കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 9-ാമത്തെ വാക്യം മുതൽ പൗലോസ് ആ ദേശത്തിന്റെ ഒരു ചിത്രം കൂടെ അവിടെ വരച്ചു കാണിക്കുന്നു. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കും. 2 വാക്യം. വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാര്, അത്യാഗ്രഹികള്, മദ്യപന്മാര്, വാവിഷ്ഠാനക്കാര്, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവൻ നിങ്ങളും ചിലർ. അപ്പൊ ആ ദേശത്തിന്റെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ കിട്ടട്ടെന്ന് പറഞ്ഞാണ് ഞാൻ ആ ഭാഗം ഓർപ്പിക്കാനായിട്ടിടയായത്. ഞാൻ പറഞ്ഞല്ലോ, ബൈബിൾ സ്റ്റഡി അല്ല, നമ്മൾ ആത്മീയ ശുശ്രൂഷയിലേക്ക് കയറുകയാണ്. നിങ്ങൾക്ക് ഈ വിഷയത്തിന്റെ ഒരു ബേസ് കിട്ടാന് ഞാൻ ഓർപ്പിക്കുന്നതെന്ന് മാത്രമാണ്. ഈ പ്രദേശത്ത് പൗലോസ് എത്ര മാസം ശുശ്രൂഷിച്ചത് ഞാൻ ഓർപ്പിച്ചത്? 18 മാസം, 1.5 വർഷം അവിടെ ശുശ്രൂഷിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ വചനം അകത്ത് കയറിയ പാപ വഴികളെ വിട്ട് അവർ ദൈവകോയിലേക്ക് വരുവാനായിട്ടിടയായി. അവിടെ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭ പൗലോസ് നിമിത്തം ഉടലെടുക്കാനായിട്ടിടയായി. അപ്പൊ ആ സഭയുടെ പ്രത്യേകതകൾ എന്താണെന്ന് 5 കാര്യങ്ങൾ ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഈ സഭയുടെ പ്രത്യേകത, ഈ സഭ ദൈവകൃപ പ്രാപിച്ച സഭയാണ്. കൊരിന്ത്യ സഭയുടെ 1ാമത്തെ പ്രത്യേകത എന്തായിരുന്നു? ദൈവകൃപ. നമ്മള് വിശ്വാസത്തിൽ വന്നത് കൃപയാൽ, നീതീകരണ കൃപയാലല്ല ലഭിച്ചത്. ഇന്ന് അനുഭവിക്കുന്ന നന്മകളെല്ലാം കൃപയാണ്. യോഗ്യതയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
ഇന്ന് അനുഭവിക്കുന്ന എല്ലാ കൃപയാണ്. ഞാൻ ഇന്ത്യ ചർച്ച് ഹെഡ്ക്വാർട്ടറിൽ ചെങ്ങോലത്ത് ശുശ്രൂഷിക്കാൻ കടത്തിയപ്പോ അവിടെ അനുഗ്രഹീതനായ ദൈവത്തിന്റെ ദാസനുണ്ട്, വിശംബരം ചേട്ടൻ. എന്തോ ചോദിച്ചാൽ കൃപ എന്ന് പറഞ്ഞിട്ടേ അദ്ദേഹം പറയത്തുള്ളൂ. വിശംബരം ചേട്ടാ എന്തുകൊണ്ട് വിശേഷം? പാസ്റ്റേ കൃപയാൽ സന്തോഷമായിരിക്കും. അങ്ങനെ കൃപ പറഞ്ഞ് നാട്ടുകാരുടെ പേരിട്ടു കൃപയാൽ വിശംബരൻ. വിശ്വാസി വന്നപ്പോൾ ജോണു ചേർത്തു. വിഷയ അവൻ കൃപയാൽ വിശംബരൻ. ആമേൻ. സ്തോത്രം സ്തോത്രം. ഇന്ന് വിളിക്കാൻ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കൃപയാണ്. സ്തോത്രം 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 സ്തോത്രം. കഴിവല്ല, മിടുക്കല്ല, യോഗ്യതയല്ല, വിദ്യാഭ്യാസത്തിന്റെ കൂടുതലല്ല. അവിടേക്കാൾ എത്ര മിടുക്കന്മാര് മിടുക്കികളാണ്. ആമേൻ 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 ആമേൻ. സ്തോത്രം. സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവരെ അവരെ ഗതി പിടിക്കാതെ ആമേൻ സ്തോത്രം ഇന്നും ആമേൻ കഷ്ടപ്പെടുമ്പോൾ യോഗ്യതയല്ലല്ലോ ഇവിടെ വരെ ദൈവം കൊണ്ടെത്തിച്ചില്ലേ? ഇനിയും നിന്നെ നടത്താൻ ദൈവം ശക്തനല്ലേ? രാവിലെ സമയക്കാരൻ ഉയർത്തി, മനസ്സുയർത്തി പറയുന്നു. അതുകൊണ്ട് കാരുണ്യം ലഭിപ്പാനും, നല്ലൊരു വാക്യമാണ് 4:16, എബ്രായർ 4:16, ഹിബ്രു 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും കാരുണ്യം ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് രാവിലെ ഈ സമയം ധൈര്യത്തോടെ ആ കൃപയുടെ ആസ്ഥാനത്ത് നമ്മുടെ ദൈവം ഉപവിഷ്ടനായിരിക്കുന്നു. ആയിരത്തിലേക്ക് ഇന്ന് മകൻ ഒന്ന് കേറി വരാമോ? നമുക്ക് മക്കാലത്ത് പിടിക്കുവാൻ ആരും ഇവിടെ ഉണ്ടായിരിക്കത്തില്ല. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ബാധിക്കുന്ന ഒരു നീയോണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് മകൻ ദൂരെ പറയുന്നു. രാവിലെ സമയം പറയട്ടെ, നിങ്ങളുടെ സ്ഥിതി മാറാൻ ഒത്തിരി ദിവസമൊന്നും വേണ്ട, ഒത്തിരി ദിവസമൊന്നും വേണ്ട. സൂക്ഷിച്ച് പ്രാർത്ഥിച്ച് ഭാരപ്പെട്ട് കർത്താവേ വിടുതലില്ലയോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ട് ഉപവാസ പ്രാർത്ഥന വന്ന ആരെങ്കിലും ഉണ്ടോ? ആത്മാവരെ തൊട്ടുകൊണ്ട് അതൂത് പറയുന്നു. സ്ഥിതി മാറാൻ ഒത്തിരി ദിവസം ആരോഗ്യത്തോടെ സ്വോത്രം പറഞ്ഞാൽ ജയം ജയം. നിങ്ങൾക്കറിയാമോ, ഒറ്റ ദിവസം കൊണ്ട് ഒരു മടി തളർത്ത് പൂത്ത് ഒറ്റ ദിവസം. സ്വോത്രം സ്വോത്രം. അതിനൊത്തിനെതിരെ മോശയ്ക്കും ആഗ്രഹത്തിനെതിരെ ജനം പെറുകൊടുത്തപ്പം മോശ കരഞ്ഞു വിളിച്ചു ദൈവസനിയോ. ഞാൻ പറയാ മോശയെ ഒരു കാര്യം ചെയ്യാൻ 12 ഗോത്രത്തിൽ 12 മുപ്പന്മാരെ വിളിക്ക്, 12 പേര് ഓരോ വടി വെട്ടിക്കൊണ്ടുവാ, സാക്ഷി കൂടാരത്തിന് മുമ്പിൽ കൊണ്ട് നിർത്ത്. ദൈവം തെരഞ്ഞെടുത്തവന്റെ വാടി തളർക്കും. എത്ര പേർക്ക് സ്വപ്നം പറയാൻ പറ്റും? നിന്റെ തിരഞ്ഞെടുപ്പുമായിട്ട് ഇന്ന് പകച്ചില വിഴുതം നടക്കാൻ പോകും. ജയം ജയം. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ വന്നിരിക്കുന്ന
ഒരു പിതാവിന്റെ കായ് പിടിച്ചിട്ട് അത് വളർന്ന് സമർത്ഥമായ ഫലം കായ്ക്കണമെങ്കിൽ പണ്ടത്തെ കാലത്തെ കാര്യം പറയുന്നത് ഒരു 12 വർഷമെങ്കിലും ഉണ്ട്. സ്വതന്ത്രം ഇത് ഞാൻ പറയാം. 12 വർഷം കൊണ്ട് എടുക്കേണ്ടത് വിടുതൽ 12 മണിക്കൂർ കൊണ്ടാണ്. 12 വർഷം കൊണ്ട് നടക്കേണ്ട വിടുതൽ ഒരു രാത്രി വെളുക്കുന്നതിന് മുമ്പേ. ദൂത പറഞ്ഞുകൊണ്ടിരിക്കും, എങ്ങനാ കർത്താവേ ഇതൊക്കെ എങ്ങനെ നടക്കും കർത്താവേ, എനിക്ക് ഭാരമില്ല കർത്താവേ. ആരും അറിയാതെ പ്രാർത്ഥന മുറിയിൽ കരയുന്ന ശരിയായ മണ്ണില്ല അവിടെ, വളവില്ല അവിടെ, സൂര്യപ്രകാശമില്ല, വെള്ളമില്ല. സാക്ഷ്യ കൂടാരത്തിന്റെ മുമ്പിൽ 12 മണിക്കൂർ കൊണ്ട് ഒരു കമ്പ് തളിർത്ത് പൂത്ത് ബദാംബലം കാഴ്ചെങ്കിൽ ഇന്ന് മകൻ വിശ്വസിക്കുക, ഒരു ഹോപ്പുമില്ലായിരിക്കും വിഷയമായിരിക്കാം, പ്രതീക്ഷയില്ലാത്ത വിഷയമായിരിക്കാം. ആത്മാവിനെ നീ തളർത്തും, നീ പൂക്കും. നിങ്ങളെ കൊടുപ്പോ ആരാധിക്കണോ ആരാധിച്ചോ. ഇവിടെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ആത്മശക്തി ശരീരത്തിൽ അനുഭവിക്കട്ടെ. ശരീരത്തെ ലോകത്തിൽ അഴിഞ്ഞു മാറട്ടെ. ദിവസങ്ങൾ വേണ്ടി ദൈവകൃപയാണ്. സഭയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്തായിരുന്നു? നിങ്ങൾ എന്നെ മറന്നാലും എനിക്ക് പ്രയാസമൊന്നുമില്ല. ഈ വചനം പറയട്ടെ. പ്രാപിച്ച സഭ. രണ്ടാമത്തെ ഈ സഭയുടെ പ്രത്യേകത ഏതാണ് നോക്കാം. വാക്യം 6-ാമത്തെ വാക്യം വായിച്ചിട്ട് 1-ാം അധ്യായം 6-ാം വാക്യം. അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. കൊരിന്ത്യ സഭയുടെ രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. വസ്തുത ഇത് കൃപാവരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് പദങ്ങൾ.
ജ്ഞാനത്തിന്റെ വചനം അല്ലെ. 9 ആത്മീയ കൃപാവരങ്ങളിൽ പെടുന്ന ഒരു ഭാഗമാണ് ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം. അപ്പൊ ഇത് കൃപാവരവുമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു ഭാഗമാണ്. സ്വത്രം. ഇതിൽ അവരെന്തായിരുന്നു? സമ്പന്നരായിരുന്നു. സ്വത്രം. സ്വത്രം. വചനത്തിനും പരിജ്ഞാനത്തിനും സമ്പന്നരായിരുന്നത്. സ്വത്രമൊക്കെ പറയണം. നിങ്ങളുടെ ശ്രദ്ധ പോകുമ്പോ ഞാൻ ഉദാഹരണം എല്ലാവരും ഇവിടെ തന്നെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മുമ്പോട്ട് പോവുക. വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി. ആരെ? അവര് സമ്പന്നരായ മതിയോ? മതിയോ? പിന്നെ പറയുന്നേ പണ്ടൊരു ഉദ്ദേശം ഇങ്ങനെ വീടുകളോറും കയറി ട്രാക്ക് കൊടുത്ത് പോവുക. ഒരു കത്തോലിക്കരെ വീട്ടില് ലൈവ് ഒന്നും പറ്റല്ലോ. ലൈവ് സൂക്ഷിക്കട്ടെ. ഒരു കത്തോലിക്കനെ വിളിച്ചു. അപ്പൊ ഇങ്ങനെ സുവിശേഷം പറഞ്ഞപ്പം അദ്ദേഹം രോക്ഷാകുലനായി. അപ്പൊ ഞങ്ങളുടെ പോപ്പ് സ്വർഗത്തിൽ പോകത്തില്ല, കന്യാസ്ത്രീമാര് പോകത്തില്ല, അച്ഛന്മാര് പോകത്തില്ല, പിന്നെ നിങ്ങളുടെ കുറെ ഉപദേശിമാര് മാത്രമേ പോകത്തുള്ളൂ. അപ്പൊ ഉപദേശിയുടെ ഒരു നറിയോദ്യം പുള്ളി ചോദിക്കുക, വെളിപ്പാട് 12 ആൺകുട്ടി ആരാന്ന് പറഞ്ഞത്. പുള്ളി എങ്ങാണ്ട് തോന്നുന്നത് ഇത് ക്വസ്റ്റ്യൻ ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. വെളിപ്പാട് 12 നമ്മളോട് ചോദിച്ചാൽ നമ്മുടെ കാര്യം വെളിപ്പാട് 12 ആണ്. അപ്പൊ അറിയാൻ വയ്യാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് ഉത്തരം പറഞ്ഞ് പെൺകുട്ടിയുടെ ആംഗലയാണ്. സ്വന്തം. അപ്പൊ അങ്ങനത്തെ വിഷയല്ല, വാചകത്തിനകത്ത് നിശ്ചയമുണ്ടായിരിക്കും. പുരുഷന്റെയൊക്കെ പ്രസംഗം ദൈവമക്കൾ എടുത്ത് ലേഖനങ്ങൾ എടുത്ത് വായിക്കണം. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാകാതെ അതിനെ വായിക്കണം ദൈവമക്കൾ. സ്തോത്രം. 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 അതിനകത്ത് കനമുണ്ടായിരിക്കണമെന്ന്, ബലമുണ്ടായിരിക്കണമെന്ന്, അവരെ തൊടാൻ ഒരു ദുഷ്ട ശക്തികൾക്ക് കഴിയട്ടെ. വചനത്തിലൂടെ ഒന്ന് വളരാം. വചനത്തിൽ അവർ സമ്പന്നരായിരുന്നു. പിന്നെ പരിജ്ഞാനത്തിൽ അവരെന്തായിരുന്നു? വചനം ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിക്കുന്നതും, പരിജ്ഞാനം വിവേകത്തോട് ജനത്തോട് കൈമാറുന്നതും. മനസ്സിലാവുന്നുണ്ടോ? വചനം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ്, അത് ജനത്തിന് കൈമാറുന്നത് എന്താണ്? പരിജ്ഞാനം. ഉദാഹരണം പറഞ്ഞാൽ ദാവീദ് പാപം ചെയ്തു, നാഥാൻ പ്രവാചകന്റെ ദൂത് കിട്ടി. അങ്ങനെയെന്ന് അവൻ കയറി പറഞ്ഞു കഴിഞ്ഞാല് കഴുത്ത് വെട്ടി മാറ്റത്തില്ല കേട്ടോ. അതൊരു ഉപമയിലൂടെ. സ്തോത്രം. 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 എന്നാൽ അദ്ദേഹത്തിന് മനസ്സിലാകത്തക്ക നിലയില് ആ മനുഷ്യൻ നീയാ നെടുമ്പാട് വീണു. ഇത് 2 ദൈവമക്കൾ എന്തെയ്യണം? പ്രാപിച്ചിരിക്കണം. എന്തൊക്കെ വേണം? വചനവും വേണം. അതിൽ അവരാരായിരുന്നു? സമ്പന്നരായിരുന്നു. ഇന്ന് രാവിലെ സമയം ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ 2 വെളിപ്പാട് പുസ്തകത്തിൽ 2 സഭകളെ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഇതുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ടിടയായി. സ്തോത്രം. 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 നിങ്ങളെ എല്ലാവരും പെടുത്താനുണ്ടോ? വചനത്തിൽ സന്തോഷിക്കുകയാണോ? ഇവിടെ സന്തോഷിച്ചിരിക്കും. എവിടാ പോയി സന്തോഷിക്കും? സ്തോത്രം. 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 ഇപ്പൊ ഇടയ്ക്ക് ഉദാഹരണം പറഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധ പോകാതിരിക്കാൻ വേണ്ടി പറയുന്നത്. എല്ലാവരും ഇവിടെ അലർട്ടായിരിക്കണം. ഇവിടുത്തെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിച്ചു. വെളിപ്പാട് 2:17, 3:17 വാക്യം. ഞാൻ ധനവാൻ, ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല. സഭയോടാ പറയുന്നത്. ഈ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും അജ്ഞനും എന്ന് അറിയാതിരിക്കുകയാൽ നീ സമ്പന്നനാകേണ്ടതിന് നീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും. ഈ ഒരു വലിയ ദൂതായി 1 മണിക്കൂർ വേണം ഇതൊന്ന് വ്യാഖ്യാനം.
ഞാൻ ബാക്കി വായിച്ചിരിക്കുന്നേ ഉള്ളൂ. ഈ സഭ വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ പോകുന്നത്. സ്വതന്ത്രം പണ്ട് ഒരാൾ പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ള ഒരു പാസ്റ്റർ ചോദിച്ചു, അച്ഛാ എങ്ങനെയുണ്ട് പാസ്റ്റർ? വീടായി, കാറായി, പൈസയായി, പ്രഷറായി, ഷുഗറായി, കൊളസ്ട്രോൾ ആയി, സ്വതന്ത്രം 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 പറയാൻ ഈ ലഹോദിക്ക സഭയുടെ ആ ശ്രേഷ്ഠതയോടെ ഞാൻ സമ്പന്നൻ, ഭഗവാൻ, എനിക്കൊന്നിനും എന്തായില്ല, എല്ലാം ഉണ്ട്. കാലം പ്രസംഗിച്ചാൽ പറഞ്ഞു ഒരു വിശ്വാസി ഇപ്പം 40 കഴിയുമ്പോ PhD എടുത്തിരിക്കും. സ്വതന്ത്രം സ്വതന്ത്രം ഇതെല്ലാം ഉണ്ട്. പക്ഷെ ദൈവത്തിന്റെ സ്കാനിഫിഷന്റെ മുമ്പിൽ ലവോദിക്ക സഭ വന്നപ്പോൾ പരിശുദ്ധാത്മാവോട് പറയുകയാണ്, നിനക്കൊരു ബുദ്ധിമുപദേശം ഞാൻ പറയാം. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും. അവൻ തീയിൽ ഊതിക്കഴിച്ച പൊന്നെന്താ? വിശ്വാസമാണ്. ഈ ദിവസങ്ങളിൽ ജനത്തിന് വേണ്ടിയത് ഒരു ശുദ്ധീകരണമാണ് വേണ്ടിയത്. പഠിച്ച് വമ്പ് പറഞ്ഞ് ആത്മീയമായിട്ട് കുലബന്ധം പോലും ഇല്ലാതെ രക്തം 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 വിശ്വാസത്തിൽ വന്ന് ഇതൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് പേരിപ്പിച്ച് നടക്കുന്ന ദൈവാത്മാവി ദിവസങ്ങളില് ജനം കരിഞ്ഞു മാറും, കരിഞ്ഞു മാറും, കരിഞ്ഞു മാറും. ഊതിക്കടിച്ച ഞാനൊരു ദൂത് പറയും, ആധുനിക പെന്തക്കോസ്ത് സഭയെ ദൈവം ഒരു തീക്കകത്തൂടെ കടത്തിവിടും. യഥാർത്ഥ ആത്മീയ ആരാധനയും തെളിയിക്കും. വൈക്കോലും പുല്ലും മരമെല്ലാം കത്തിപ്പാകുമ്പോൾ യഥാർത്ഥ പൊന്ന് വേളയിൽ വരുന്നത്. കത്തിപ്പോകാൻ ഒത്തിരി ഉണ്ട്, അഹങ്കാരങ്ങളുണ്ട്, ഭാവമുണ്ട്, ജനത്തിന്റെ ചിന്തകളുണ്ട്. തീക്ക് മാത്രമേ അതിനെ ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ലവോദിക്ക സഭയെ ഞാൻ വിടട്ടെ. അപ്പം ആ ഭാഗം ഒന്ന് വായിച്ച തീയിൽ ഊതിക്കഴിച്ചപ്പോ വിശ്വാസത്തെ കാണിക്കുക. അടുത്ത വാക്യം, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ് വിശുദ്ധിയുടെ വസ്ത്രമാണ്. വിശുദ്ധിയുടെ വസ്ത്രം. അടുത്ത വാക്യം, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും. കണ്ണിൽ എഴുതുവാൻ ലേപം പരിശുദ്ധാത്മാവിനെ കാണിക്കുക. സഭയ്ക്ക് വേണ്ടിയത് യഥാർത്ഥ വിശ്വാസത്തിന്റെ അന്തസ്സ, യഥാർത്ഥ ആത്മീയത, യഥാർത്ഥ വിശ്വാസത്തിന്റെ മൂല്യത. ഓളം തട്ടി പടപ്പ് തട്ടി കൈയടിച്ച് അന്യഭാഷ പറഞ്ഞു പോകുന്ന ഒന്നല്ല. പിതാക്കന്മാർ ഇറങ്ങി തിരിച്ചത് ആഴിയെന്ന് നോക്കാതെ അവർക്കറിയത്തില്ല. പക്ഷെ ഒന്നറിയാം, അവൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആരെങ്കിലും ദൈവം അനാഥരായി വിട്ടോ, ദൈവം അനുഗ്രഹിക്കാതെ വിട്ടോ, അവനാർക്കും കടക്കാരനല്ല.
എറണാകുളത്ത് ശുശ്രൂഷയിലായിരിക്കുന്ന അവസരത്തിലെ വൈദ്യുതിക്കരയിൽ ഒരു പാപ്പുച്ചേട്ടനെ പറ്റി കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ മരുമോൾ എറണാകുളം പട്ടണത്തില് രാവിലെ ഒരു ഹാൻഡ് ബൈക്ക് എടുത്തുകൊണ്ട് ഈ പ്രസംഗിക്കും 5 മണിയൊക്കെ എറണാകുളം പട്ടണമല്ലേ, അദ്ദേഹം ഇങ്ങനെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം തുടങ്ങിയ ഭാഗത്തൊക്കെ ഇങ്ങനെയൊന്ന് പ്രസംഗിക്കും. ഞാൻ ആ കുടുംബത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ പാപ്പുച്ചേട്ടൻ ഒരു തികഞ്ഞ കത്തോലിക്ക വിശ്വാസിയാണ്. എങ്ങനെയോ സുവിശേഷം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തു. സ്നേഹിതന്മാരോ കർത്തദാസന്മാരോ ഇടപെട്ടായിരിക്കാം സുവിശേഷം അകത്ത് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ദൈവമക്കളോട് പറയാം, ഒരാളോട് സുവിശേഷം പറയാൻ അവസരം കിട്ടിയാൽ പറഞ്ഞേക്കണം. വന്നിട്ട് നമ്മുടെ വിഷയം എപ്പോഴാ ദൈവം ഇടപെടുന്നതെന്ന് അറിയില്ല. ഇദ്ദേഹം വിശ്വാസത്തിലേക്ക് വേണം. പാവപ്പെട്ടവർ കത്തോലിക്ക പള്ളിയുടെ വാടക കെട്ടിടത്തിന് കാശ് കൊടുക്കാതെ ഇദ്ദേഹത്തെ താമസിപ്പിച്ചിരിക്കും. ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. പിതാവ് രോഗക്കിടക്കയിൽ കിടക്കുക, ഏത് സമയം മരണ സംഭവിക്കും. 3 കുഞ്ഞുങ്ങളുണ്ട്, ചെറിയ കുട്ടികൾ. ഇരിക്കുന്ന അവസരത്തില് സ്നാനം സത്യമാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായപ്പോ ഈ മനുഷ്യൻ പോയി സ്നാനപ്പെട്ടു. സ്തോത്രം. സ്വന്തം വീട്ടില്ല, ഒരു സെന്റ് സ്ഥലമില്ല. കത്തോലിക്ക പള്ളിയുടെ വാടക കെട്ടിടത്തിൽ കാശ് കൊടുക്കാതെ താമസിക്കുന്ന ആ പള്ളിയുടെ കാര്യങ്ങളിലൂടെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ താമസിപ്പിച്ചിരിക്കുക. സ്നാനപ്പെട്ട നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കമ്മിറ്റി കൂടി ഇദ്ദേഹത്തെ ഇവിടെ ഇറക്കി വിടാൻ വേണ്ടി തീരുമാനിച്ചു. അമ്മച്ചി ആരോ ഒരുത്തരുണ്ടായിരുന്നു, അയ്യോ എങ്ങോട്ട് പോകും, ഭാര്യ ഗർഭിണിയല്ലേ, പിതാവ് രോഗിയല്ലേ. ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് അപ്പം മരിച്ചു. അവർക്ക് കുറച്ചുകൂടെ പിടിയായി. ഒന്നുകിൽ ഈ വ്യക്തി സ്നാനം തെറ്റായി പോയി എന്ന് വെള്ളപ്പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കും, ഇല്ലെങ്കിൽ വീട് വിട്ടു പോകണം. സ്വതന്ത്രം എന്താ ചെയ്യുന്നത്? സ്നാനം തെറ്റാണെന്ന് എഴുതി കൊടുത്താൽ മതി, എല്ലാ വിഷയത്തിനും പരിഹാരം. അപ്പൊ സ്നാനം സത്യമാണെന്ന് അദ്ദേഹം ഏറ്റു പറഞ്ഞ അപ്പനെ അടക്കാൻ ഇടമില്ല. ഇനി എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ല. ആകെ വിഷമവൃത്തത്തിലായിട്ട് ആ തീരുമാനത്തിന്റെ ഒക്കെ ഒരു പ്രസക്തിയോടെ ഞാൻ ഈ ഭാഗത്ത് ഓർപ്പിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമൊക്കെ വൈപ്പിൻകരയല്ലേ അവിടുത്തെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ മജിസ്ട്രേറ്റിനെ കാട്ടി പോകണം. ഓർഡർ ഇട്ടു. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ ശവടക്കിന് ഒറ്റയാളും പോയേക്കരുത്. ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ആരാ പോകുന്നത്? എവിടെ അടക്കുന്നത്? ആ വൈപ്പിൻകരയുടെ കടലിന്റെ വിജനമായ ഒരു സ്ഥലത്ത് ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് പോയി കുഴിയെടുത്തു. ഇവിടാണെങ്കിൽ നിയമപ്രശ്നങ്ങളുണ്ട്. അന്നത്തെ കാലത്ത് അത്ര വലിയ നിയമപ്രശ്നം. ഒരു കുറ്റിക്കാട്ടിലൊരു കുഴിയെടുത്തു. സ്വന്തം അപ്പന്റെ ഡെഡ് ബോഡി ഈ മനുഷ്യൻ തോളിൽ പൊക്കിയെടുത്തു. ഗർഭിണിയായ ഭാര്യ കൊച്ചു 3 കുഞ്ഞുങ്ങളുമായിട്ട് ഈ മനുഷ്യന്റെ തോളിൽ തന്റെ പിതാവിന്റെ ഡെഡ് ബോഡി ഇരിക്കുക. ആ കുഴിയുടെ കരയിൽ കൊണ്ടുവച്ചു. ഇദ്ദേഹം തന്നെ കുഴിയിലിറങ്ങി. വളരെ ആയാസത്തോടെ ആ ഡെഡ് ബോഡി ആ കുഴിക്കകത്ത് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടി പ്രാർത്ഥിച്ചിട്ട് മടങ്ങി. അവരനങ്ങുന്നില്ല. അവര് പറഞ്ഞു, വീട്ടിൽ നിന്ന് ഈ കെട്ടിടത്തിൽ നിന്ന് ഇറക്കി തന്നേ പറ്റുള്ളൂ. എങ്ങോട്ട് പോകും? 4-5 കഴ സംഘടിപ്പിച്ച് ഒരു പുറപ്പോക്കിൽ പ്ലാസ്റ്റിക് ചാക്കിന്റെ ആമൻ സ്തോത്രം ഷീറ്റ് കിട്ടി ഇവിടെ കൊണ്ടൊരു കൊച്ചു കുടിലുണ്ടാക്കി ഭാര്യ കുഞ്ഞുങ്ങളുമായിട്ട് അദ്ദേഹം അവിടെ താമസം. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭാര്യ പ്രസവിച്ചു ഒരാൺകുഞ്ഞ്. ദൈവം ആർക്കും കടക്കാതെ അമേരിക്ക പോയതോടെ ഞാൻ പറയല്ല. ഇന്ന് ആ കുടുംബവുമായി ബന്ധപ്പെട്ട ഒറ്റ വ്യക്തി പോലും എറണാകുളത്തെ
അവരെല്ലാം അവിടുത്തെ വലിയ ബിസിനസ്സുകാർ, വലിയ കോടീശ്വരന്മാരായിരുന്നു. രാവിലെ സമയം സ്തോത്രം പറയാൻ പറ്റുമോ? എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പാടാനുള്ള കൃപ എനിക്ക് തന്നിട്ടില്ല. അപ്പൊ നിങ്ങളോട് ഒന്ന് സഹായിക്കണം. അവൻ ആർക്കും അവനൊപ്പം പറയാനാരുമില്ല, അവനെ പോലാരില്ല, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനാരുമില്ല, അവനെ പോലാരില്ല. ലബോദിക്ക സഭയ്ക്ക് വിശ്വാസത്തിൽ ഊതിക്കൊടിച്ച പൊന്ന് വിശ്വാസം വേണം. സ്തോത്രം. വിശുദ്ധിയുടെ ഒരു മടങ്ങി വരവ് വേണം. കണ്ണിലെഴുതാൻ ലേവം പരിശുദ്ധാത്മാവ് വേണം. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ കഴമ്പുള്ളതായിരിക്കണം. ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ളതല്ല. നീ തീക്കകത്തൂടെ ഇറങ്ങി വന്ന ഒരു പൊന്നു പോലെ ശത്രുവിന് തൊടുവാൻ അവകാശമില്ലാത്ത ഉരുപ്പടിയായിട്ട് മാറുമോ? ഭാഗ്യജനോട്ടെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ തൊട്ടാൽ ഒത്തിരി 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 സമയം. വെളിപ്പാട് പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിലേക്ക് വന്നേ. 8-9 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. 2-8-9 വാക്യങ്ങൾ. സ്മുർന്നയിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുവാൻ താനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും നമുക്ക് ആ ഒരു പദം മാത്രമേ എടുക്കാൻ സാധിക്കുള്ളൂ. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും നീ ധനവാനാകുന്നതാനും. ഈ 7 സഭകൾ പഠിക്കുമ്പോ കൊച്ചു സഭയായി സ്മുർന്ന സഭ. മാത്രമല്ല പീഡനത്തിൽ കൂടെ കടന്നുപോയ ഒരു സഭയാണ്. ഈ വെളിപ്പാട് ദിവസം 7 സഭകളിൽ കർത്താവ് തന്നെ കുറ്റം പറയാത്ത 2 സഭകളേ ഉള്ളൂ. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് സ്മുർന്ന സഭയാണ്, ഒരു സഭയും കൂടെ ഉണ്ട്. ഒരു ഹോംവർക്ക് ആയിരിക്കും, വൈറ്റ് ചെയ്യാൻ. സ്തോത്രം സ്തോത്രം. നീ വിചാരിക്കേണ്ട ഒന്ന് ഉറങ്ങാനുള്ള സമയം ഉച്ച കഴിഞ്ഞു. നീ ഹോംവർക്ക് കൂടെ തന്ന് ചാപ്റ്റർ മാത്രം. ഫിലദൽഫിയ സഭ, ആ സഭയ്ക്കും കുറ്റമൊന്നും പറയില്ല. ഈ സ്മുർന്ന സഭയ്ക്ക് കുറ്റം പറയാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഗവൺമെന്റ് അവരുടെ സ്വത്ത് കണ്ടുകെട്ടും, ദൈവമക്കളെ മൃഗീയമായിട്ട് ഉപദ്രവിക്കുന്നു. അപ്പം ഒരു സുഖ സൗകര്യങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ ഈ സഭയ്ക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് പീഡനത്തിൽ കൂടെ കടന്നു പോകുന്ന സമയം. ഈ സഭയെ നോക്കി പരിശുദ്ധാത്മ പറയുന്ന ദൂതമായി, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യം ഉണ്ടോ? കഷ്ടത ഈ സഭയ്ക്കുണ്ട്. അപ്പൊ തന്നെ എന്തോ ഉണ്ട്? ഈ സഭ എന്താ അനുഭവിക്കുന്നു? അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു സോഴ്സസും ഇല്ല. വിശ്വാസി എന്ന് കണ്ട് അവിടെ വസ്തുവകൾ കൊള്ളയടിക്കപ്പെടുക, ഗവൺമെന്റ് എല്ലാം പിടിച്ചെടുക്കുക. പക്ഷെ പരിശുദ്ധാത്മാവ് അവരെ നോക്കുമ്പോ എന്താ പറയുന്നത്? നീ ധനവാനാണെന്ന്. വചനം നിങ്ങളുടെ അകത്ത് കയറാത്ത ചെറിയ മയക്കം പോലൊക്കെ വരുന്നുണ്ട്. ഞാൻ ഏത് ഉദാഹരണം പറയണമെന്ന് വചനത്തിന്റെ കാമ്പകത്ത് കയറുമ്പോ ആപ്പാവിൽ മറ്റേ സമയം എന്താ പറഞ്ഞത്? സ്കാനിംഗ് മിഷന്റെ മുമ്പിൽ സഭ വന്നപ്പോ ദൈവം പറയുകയാണ്, സ്തോത്രം,
നിനക്കൊരു തീയുടെ ശുദ്ധീകരണം വേണം, ശുദ്ധിയുടെ വസ്ത്രം വേണം, ആത്മാവിന്റെ ലേപനം വേണം. എന്തിനെ നീ ദൈവത്തിന്റെ ദൃഷ്ടി സഭയായി മാറുന്നുള്ളൂ. സഭ കഷ്ടത്തിൽ കൂടെ പോകുന്നവരാ, ദാരിദ്ര്യത്തിൽ കൂടെ പോകുന്നവരാ. പക്ഷെ ദൈവം അവരെ വിവേചിയ പറയാ സമ്പന്നനാകുന്നത്. സ്വർണ്ണാസഭ ദൈവത്തിന്റെ മുമ്പിൽ ആരാ? ഞാൻ ചോദിക്കുകയാണ്, നമ്മള് നവോദിക്ക സഭയാണോ സ്വർണ്ണാസഭയാണ്? ഏത് സഭയിലെ അംഗങ്ങളാണ്? ആകെ കൺഫ്യൂഷനായി വന്നപ്പോ ഇത്രയും കൺഫ്യൂഷൻ. നമ്മൾ നവോദിക്ക സഭയിലെ മെമ്പേഴ്സ് ആണോ സ്ഫൂർത്ത സഭയിലെ മെമ്പേഴ്സ് ആണോ? അതൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വളരെ ബുദ്ധിയുള്ളവരാ. ആലോചിച്ചാൽ നിങ്ങൾ യാക്കോബ് ലേഖനം എഴുതുമ്പോ എന്നെ ചലിപ്പിച്ചൊരു വാക്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വന്ന 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. യാക്കോബ് 2:5. പ്രിയ സഹോദരന്മാരെ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും. കണ്ടോ, ദൈവ ലോകത്തിൽ ദരിദ്രരായവരെ. ഓ, പക്ഷെ ഈ വാക്യമൊക്കെ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാ സ്വോത്രം പറയുക? ദൈവ ലോകത്തിൽ ദരിദ്രരായവരെ. ദരിദ്രരാണെങ്കിൽ അവർ വിശ്വാസത്തിലാരാ? ലോകത്തിൽ ഒത്തിരി നേടാക്കി അവൻ കഴിഞ്ഞില്ലെങ്കിലും സങ്കടപ്പെടണ്ട. നമ്മൾ വിശ്വാസത്തിൽ എന്ന് പറയാൻ ആരാ? ആ സ്തോത്രം കേട്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. സന്തോഷത്തോട് പറ, വിശ്വാസത്തിൽ ആരാ? ചെയ്യാം. അടുത്ത വാക്യം കൂടെ വായിച്ചെങ്കിൽ എന്റെ അർത്ഥം മനസ്സിലാവും. തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത. ഓ, അവിടെയാ ദൂത്. തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത. അയ്യോ, ഒരു കിരീടം കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു വീടോ കാറോ തരുമെന്നല്ല ഇവിടെ പറഞ്ഞത്. സ്വത്രം ഒരു നന്മ തരുമെന്നല്ല പറഞ്ഞത്. അവർക്ക് വേണ്ടി ദൈവം രാജ്യമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതാ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം. രക്തത്താ ജയം, രക്തത്താ ജയം, രക്തത്താ ജയം. ഇന്ന് പകൽക്കാലം വാചനം കേൾക്കുന്ന ദൈവത്തിനെ അതിനകത്തേക്ക് ഒന്ന് കേറാൻ ഭാഗ്യം ലഭിച്ചതിനെ ഇങ്ങനെ സ്വപ്നം പറഞ്ഞാൽ മതിയോ? സ്വപ്നം പറയണ്ടേ? വീട് കിട്ടിയത് കൊണ്ടല്ല നമ്മൾ ആരാധിക്കുന്നത്. കാറ് വന്നത് കൊണ്ടല്ല, ഹോസ്പിറ്റലിൽ വന്നത് കൊണ്ടല്ല, ജോലി കിട്ടിയത് കൊണ്ടല്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കിട്ടിയത് കൊണ്ടല്ല. ഇതിനുള്ള രാജ്യത്തിനാണ്. തമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ച ഈ കാലത്തിലെ കഷ്ടങ്ങൾ എന്താ സാരമില്ലെന്ന് പറയാൻ കാരണം അഖിണ്ടത്തിൽ ഒരു രാജ്യം ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുക. അതെ, ലൂയ. വെളിപ്പാടുള്ളവരൊക്കെ ഒന്ന് സ്വപ്നം പറയാം. പോകുമെന്ന് ഉറപ്പുണ്ടോ? അവിടെ പോലും കിട്ടുമോ? പണ്ടൊരു ദേവദാസൻ സുവിശേഷം പറഞ്ഞൊരു വലിയ ധനാഠ്യന്റെ വീട്ടിൽ ചെന്നു. ഉപദേശിയെ കണ്ടപ്പോ ആ ഡ്രസ്സും കാലും കൂടെ ജുബായും പണ്ടത്തെ കാലത്തെ 35 രൂപയുടെ ബൈബിളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തെ പുച്ഛ കളിയാക്കാനായിട്ട് വരും. ആ വടക്ക് ഭാഗത്തേക്ക് നോക്കി ആ കരിമ്പ് എല്ലാം എന്റെ മൂത്ത മകന് വേണ്ടി എഴുതി വെച്ചിരിക്കുക. തെക്ക് ഭാഗത്തേക്ക് നോക്കി അറബൻ തോട്ടം എല്ലാം എന്റെ രണ്ടാമത്തെ മകന് വേണ്ടി എഴുതി വെച്ചിരിക്കുക. ആ മുമ്പിലോട്ട് നോക്കി ആ സ്ഥലം എഴുതി വെച്ചിരിക്കുക.
ഇതിലേക്ക് എന്തോ പറയുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചോട്ടെ. മുതലാളി മേപ്പോട്ട് നോക്കി, മേപ്പോട്ട് നോക്കി. അവിടെ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ സ്വപ്നം പറയണം. എനിക്ക് കരിമ്പ് തോട്ടം ഇല്ലെങ്കിലും റബ്ബർ കൃഷി ഇല്ലെങ്കിലും മഞ്ഞൾ കൃഷി ഇല്ലെങ്കിലും എനിക്ക് മേലിൽ ഒരു രാജ്യം ഉണ്ടെന്ന് ഉറപ്പുള്ള ദൈവമൊക്കെ സ്തോത്രം ചെയ്യാം. ഓ വീതി സ്വച്ഛ സ്ഫടിക തങ്ക നിർമ്മിതമായ നീതി സ്ത്രീയ ശോഭയാവാതെ സഭയുടെ പ്രത്യേകതകളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമതായി നമ്മൾ ചിന്തിച്ചത് ദൈവകൃപ പ്രാപിച്ച രണ്ടാമത്തെ പ്രത്യേകത എന്തായിരുന്നു? വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നത എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ പോയത്. സ്തോത്രം. മൂന്നാമത്തെ സഭയുടെ പ്രത്യേകത 7-ാം വാക്യം 1:7. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. കൃപാവരത്തിൽ കുറവില്ലാത്ത സഭയാണ് ഇത്. കൃപാവരത്തിൽ കുറവില്ലാത്ത സഭ. പ്രവചിക്കുന്നവർ അതിനകത്തുണ്ട്, ദൂത് പറയുന്നവർ അതിനകത്തുണ്ട്, കൃപാവരങ്ങൾ ഉള്ളവർ അതിനകത്തുണ്ട്. സ്തോത്രം. ഞാൻ ഈ സഭയെ പറ്റി പഠിച്ചപ്പോ അതിനകത്ത് പടലപ്പടക്കങ്ങളുമുണ്ട്. 4 ഗ്രൂപ്പുണ്ട് അതിനകത്ത്. പൗലൂസിന്റെ പക്ഷമുണ്ട്, കേഫാവിന്റെ പക്ഷമുണ്ട്, അപ്പലൂസിന്റെ പക്ഷമുണ്ട്, ഒരു പക്ഷത്തും ഇല്ലാത്ത യേശുവിന്റെ പക്ഷക്കാരില്ല. പക്ഷമില്ലെന്ന് പറഞ്ഞാലും അതിനകത്തൊരു പക്ഷമുണ്ട്. സ്തോത്രം. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഇത്രയും പക്ഷമുണ്ടെങ്കിൽ കൃപാവരത്തിന് കുറവൊന്നുമില്ലല്ലോ. ദൈവപ്പ എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞൊരു ദൂതി ഞാൻ പറയാം. എടാ പിന്നെ ഈ സഭ നിൽക്കുന്ന എവിടാന്നറിയാം? ധാർമ്മികമായിട്ട് ആദപ്പതിച്ച കോരുന്ന പട്ടണത്തിലാണ്. അവിടെ ഈ ജനത്തിന് നിൽക്കണമെങ്കിൽ ദൈവകൃപ ഉണ്ടെങ്കിൽ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് സ്തോത്രം പറയണം. ഒരു കൃപാവനത്തിന് കുറവില്ലാത്തവരാകെ എല്ലാ വരങ്ങളും ഇതിനകത്തുണ്ടാകട്ടെ. വരം മാത്രം പോലെ എല്ലാ ഫലങ്ങളും ഇതിനകത്തുണ്ടാകട്ടെ. സ്നേഹിക്കുന്നവരായി തീരട്ടെ, തീരട്ടെ. നാലാമത്തെ സഭയുടെ പ്രത്യേകത 7-ാമത്തെ വാക്യം തന്നെ, ഒരു കൃപാവരത്തിന് കുറവില്ലാത്തവരായി ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. കേട്ടോ, കർത്താവിന്റെ വരവിനെ പറ്റി വിശ്വാസമുള്ളവരായിരുന്നു കൊരിന്ത്യയിലെ വിശ്വാസികൾ. കർത്താവ് വരുന്നു. ഇന്ന് ആ പ്രസംഗങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ വിളിച്ചു പറയാം, കർത്താവ് വരും. നമ്മുടെ കസ്തൂരികൾ മാറാൻ സമയം ലോകം വരുത്ത
ഒത്തിരി പറയേണ്ടി വരും. 9-ാമത്തെ വാക്യം കൂടെ വായിച്ച ഭാഗ്യം ഞാൻ വിടുന്നു. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. വിശ്വസ്ത ദൈവത്താൽ വിളിക്കപ്പെട്ട സഭയാണ് ഏത് സഭ? 5 കാര്യങ്ങൾ ഞാനിവിടെ ഓർപ്പിച്ചു. എല്ലാവരും കൂടെ ചേർന്ന് പറയാൻ പോകും. ഒന്നാമത്തെ പ്രത്യേകത, രണ്ടാമത്തെ പ്രത്യേകത സകല പരിജ്ഞാനത്തിന് സമ്പന്നം. മൂന്നാമത്തെ പ്രത്യേകത, ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. കൃപാവരത്തിന് കുറവില്ലാത്ത സഭ. നാലാമത്തെ പ്രത്യേകത, പ്രത്യക്ഷത കാത്തിരിക്കുന്നു. അഞ്ചാമത്തെ പ്രത്യേകത, വിശ്വസ്ത ദൈവത്താൽ. ആമേൻ. ചില്ലറ അനുഗ്രഹങ്ങളാണ് കൊരിന്ത്യ സഭയ്ക്കകത്തുള്ളത്. നിങ്ങൾ പറ. സഭയും കർത്താവ് ഇങ്ങനെ ഒന്ന് പണിതു കൊണ്ടുവരട്ടെ. അഭിഷക്തന്മാർക്ക് പ്രത്യേക വിശേഷപ്പെട്ട കൃപതയുടെ പകരം എണ്ണത്തിന് വലിപ്പോലെ ക്വാളിറ്റിയുള്ള സഭ. ക്വാണ്ടിറ്റിയാ ഇഷ്ടപ്പെടുന്നത്, ക്വാളിറ്റിയാണ്. ആഹ്ലം കേട്ടാൽ ഒറ്റ കുഞ്ഞു പോലും ഇതിനകത്ത് കിടക്കരുത്. ഉയർന്ന് കയറി പോകണം. ദൈവമക്കൾ ജയം, ജയം, ഇനി മെസ്സേജിന്റെ കാമ്പായിട്ടുള്ള കാര്യം ഞാൻ ഓഫീസ് ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട സഭയ്ക്കകത്ത് 4 ഗ്രൂപ്പ്. പത്രോസ്, അത് യഹൂദന്മാരെല്ലാം കൂടെ പരിച്ഛേദനക്കാരെല്ലാം കൂടെ പത്രോസിന്റെ പക്ഷമാണ്. പൗലോസ് യാതിക മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നു. അപ്പൊല്ലോസ് വളരെ ജ്ഞാനിയാണ്, വചനപരിജ്ഞാനമുള്ളവൻ. 4ാമതൊരു ഗ്രൂപ്പുണ്ട്, യേശുവിന്റെ ഗ്രൂപ്പ്. ആരിലും ഉൾക്കൊള്ളാം. പൗലോസിനാണെങ്കിൽ കാരണം വില കൊടുത്ത് 1.5 വർഷക്കാലം പൗലോസ് ശുശ്രൂഷ സഭയ. ഈ ഗ്രൂപ്പിസം അത് കഴിഞ്ഞപ്പോൾ അല്ലെ ഹൃദയത്തെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുവാനായിട്ട് റോമായുടെ ആളുകളിൽ നിന്നും മിശ്രയാത്രയിൽ തനിക്ക് ഈ അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പൗലോസ് അവർക്ക് താക്കീത് ചെയ്ത് എഴുതിയ ലേഖനമാണ് കൊരിന്ത്യ ലേഖനം. 16 അധ്യായങ്ങളിൽ 16 കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ പറയുന്നില്ല. സ്വന്തം നമ്മുടെ മീറ്റിംഗിന്റെ ഒക്കെ ഒരു സ്വന്തം ആരാധനയുടെ സമയമായിപ്പോ ഞാനിങ്ങനെ ചരിത്രം പറഞ്ഞ് ഇരിക്കുന്നേ. സ്വന്തം അത് മറ്റൊരവസരത്തിൽ ഞാൻ ഓർപ്പിച്ചു. 16 അധ്യായങ്ങളിലായിട്ട് സഭയ്ക്ക് വേണ്ടിയുള്ള 16 കാര്യങ്ങൾ പൗലോസ് വിശദീകരിച്ചിട്ട് ഒരു മർമ്മപ്രധാനമായിട്ടുള്ള വിഷയം പൗലോസ് ഇവിടെ കൊണ്ട് സ്ഥാപിക്കുകയാണ്. 11ാമത്തെ വാക്യം വായിക്കണം. വായിച്ച വാക്യത്തിന്റെ 10ാം അധ്യായം 11ാമത്തെ വാക്യം മുതൽ വായിച്ചിട്ട് 1ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. യെസ്, ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. ഇത് ദൃഷ്ടാന്തമായിട്ട് പണിതും ഇസ്രായേലിനെ പറ്റി പറഞ്ഞിട്ടാ പറയുന്നത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ആർക്ക് സംഭവിച്ചു? അടുത്ത വാക്യം, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയുമിരിക്കുന്നു. അപ്പൊ ഇതെന്തിനായിട്ട് വെച്ചിരിക്കുന്നത്? ഇസ്രായേൽ സഭയ്ക്ക് പറയപ്പെട്ടതെല്ലാം സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന ദൈവസഭയെ നിങ്ങൾ ജീവിതം ക്രമീകരിച്ചില്ലെങ്കിൽ അവർക്ക് സംഭവിച്ച പോലെ ആർക്കും സംഭവിക്കും. അടുത്ത വാക്യം, അതുകൊണ്ട് ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ നോക്കിക്കൊള്ളട്ടെ. തന്നെത്താൻ നീതിമാനാകരുത്. സ്തോത്രം, സ്തോത്രം. വീഴാതിരിപ്പാൻ എന്താ ചെയ്യണം? സൂക്ഷിച്ചു കൊള്ളണം. സ്തോത്രം. ഇത് ഓർപ്പിച്ചിട്ട് പൗലോസ് 5ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ ഓർപ്പിക്കുകയാണ്. എന്താ 5ാം വാക്യം? എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഈ വേദഭാഗത്തിലൂടെ കൺവേ ചെയ്ത മെസ്സേജിലാണ്. സ്തോത്രം. ഞാൻ ഈ പറഞ്ഞതിന്റെ എല്ലാ രക്തത്തിലൊക്കെ ഞാൻ പറയാൻ പോവുക. ഇസ്രായേൽ ജനത 5 വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ അനുഭവിച്ചു. 5 വിധത്തിൽ അവർ ദൈവത്തെ കോപിപ്പിച്ചു. ഒടുവിലായിട്ട് പൗലോസ് പറയുകയാണ്, സ്തോത്രം, സ്തോത്രം, നിങ്ങളും ജീവിത ക്രമപ്പെടുത്തി
പുതിയ നിയമ ഇസ്രായേലിന് സംഭവിക്കും. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിലും ദൈവജനത്തോടും ദൈവത്തിന് പറയാനുള്ള സന്ദേശത്തിൽ ഏതെങ്കിലുമൊക്കെ ഭാഗത്തിൽ ഇനി ശുദ്ധീകരണം വേണമെങ്കിൽ, മടങ്ങി വരവ് വേണമെങ്കിൽ, ദൈവകൃപ വേണമെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ വിടുതൽ നമ്മുടെ ഇടയിൽ നടക്കണം. ഇത് നിങ്ങൾ അറിയാതെ പോകരുത്. പൗലോസ് നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നത് നമുക്കിവിടെ വായിക്കാനായിട്ട്. നമുക്ക് പോകാം. ഒന്നാമത്തെ വാക്യത്തിലേക്ക് വന്ന പ്രാരംഭത്തിൽ അവൻ ചില ദൂതുകൾ കൂടെ പറഞ്ഞ് നമുക്ക് ആരാധിച്ച് ബലപ്പെടാനുള്ള സമയമുള്ളൂ. അവൻ സ്വതൻ അവൻ അനുഭവിച്ച 5 വിധത്തിലുള്ള ആത്മീയ നന്മകൾ ഏതാ? 10-ാം അധ്യായം 1-ാം വാക്യം മുതൽ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. അവര് മേഘത്തിന്റെ കീഴിലായിരുന്നു. ഒന്ന് നോട്ട് ചെയ്തോണം, മേഘത്തിന്റെ കീഴിലായിരുന്നു. 2, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന്. 2, അവര് സമുദ്രത്തിലൂടെ കടന്നുപോയി. ഞാൻ വിശദീകരിക്കാം പിന്നീട്. പിന്നെ എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനം. മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. അഭിഷേകമാണ്. മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു. മഞ്ഞായ അഭിഷേകം. 5, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ച് പരിശുദ്ധാത്മാവ. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം സ്തോത്രം. ഇത്രയും നന്മകൾ ഉണ്ടായിട്ടും അവരിൽ മിക്ക പേരിലും ദൈവം. അടുത്ത വാക്യങ്ങൾ 6-ാമത്തെ വാക്യം മുതൽ വായിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഇപ്പൊ വായിക്കാൻ സമയമില്ല. 1, അവിടെ ദുർമോഹം. 2, വിഗ്രഹാരാധന. 3, പരസംഗം. 4, പിറുപിറുപ്പ്. സ്തോത്രം സ്തോത്രം. 5, അവിശ്വാസം. അവൻ ഇത്രയും പാപങ്ങൾ അവരെ ഞെരുക്കി കളയുവാനായിട്ടിടയായി. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആകളം കേൾക്കുമ്പോൾ എടുക്കപ്പെടുവാൻ തടസ്സമായി ജീവിതത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ നാളത്തേക്ക് മാറ്റരുത്. ഇന്ന് തന്നെ വിഷയത്തിൽ കർത്താവിന്റെ വരവിന്റെ ഒരുക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവാഹ്വാനം ചെയ്യുകയായിരിക്കാം. ഇതിനകത്തിന് ഓരോ വിഷയം മാത്രം തൊട്ട് ആരാധിക്കാൻ പോവുകയാണ്. 10-ാം അധ്യായം 1-ാമത്തെ വാക്യം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. മതി. പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. മേഘത്തിനെ കാണിക്കുക. ഇതോടെ പറഞ്ഞ് നമ്മൾ ആരാധിക്കാൻ പോവാം. മേഘത്തിനെ കാണിക്കുക. മേഘത്തിനെ കാണിക്കുക. എന്തെങ്കിലും ഒന്ന് പറ. മേഘത്തിനെ കാണിക്കുക. ദൈവ സാന്നിധ്യത്തെ കാണിക്കുകയല്ലേ? മേഘത്തിനെ കാണിക്കുക. അയ്യോ, ഇതൊക്കെ പറയാൻ പൈന്യത്തിൽ പോകണമല്ലോ. സ്തോത്രം. ഇസ്രായേലിന്റെ മരുഭൂമി യാത്രയിലെ അവിടെ ഒറ്റ നടുവിലാണ് ഈ സമാഗമന കൂടാരത്തിന്റെ ക്രമീകരണം. നമുക്കറിയാം. എന്നോട് ചേർത്ത് നിങ്ങളോട് പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു. പ്രാകാരൻ അതിപരിശുദ്ധായി. പ്രാകാരത്തിൽ 2 ഉപകരണങ്ങളുണ്ട്. അറിയാവുന്ന എന്നോട് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോകും. താമ്ര യാഗപീഠവും താമ്രത്തൊട്ടിയും. സ്തോത്രം. വിശുദ്ധ സ്ഥലത്തേക്ക് 3 ഉപകരണം വെച്ചിട്ടുണ്ട്. കാഴ്ചയപ്പത്തിന്റെ മേശയുണ്ട്, കവരവിളക്കുണ്ട്, ധൂപപീഠവും. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ഒറ്റ ഉപകരണം മാത്രമേ ഉള്ളൂ. സ്തോത്രം. അതിനുവേണ്ടി ഇത് മൊത്തം ക്രമപ്പെടുത്തുവാനായിട്ട് യഹോവയുടെ നിയമപ്പെട്ടം. ആ നിയമപ്പെട്ടം ഒന്ന് നോക്കിയോ. ഇത് നിയമപ്പെട്ടമാണെന്ന് ചിന്തിച്ചോ. 2.5 മുഴം നീളം, 1.5 മുഴം വീതി, 1.5 മുഴം ഉയരം. ഇതൊരു പെട്ടകമാണ്. അതിന്റെ സ്തോത്രം 2 ഭാഗത്തായിട്ട് 2 കെരൂബുകളെ അടിച്ചു വാർത്ത് മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കി നിൽക്കുക. ഇതിന്റെ സെന്റർ ഭാഗമാണ് കൃപാസനം എന്ന് പറയുന്ന പഴയനിയമത്തിലെ മേഴ്സി സീറ്റ്. കൃപാസനം. ഇവിടെയാ ദൈവത്തിന്റെ ഷെക്കേന ഇറങ്ങി വരുന്നത്. ഇത്രയും കാര്യത്തിലേക്ക് മനസ്സിലായോ? പഴയനിയമത്തിൽ ദൈവത്തിന്റെ ഷെക്കേന എവിടെ ഇറങ്ങി വരുന്നത്? ഈ പെട്ടകത്തിന്റെ മുകളിൽ കെരൂബുകളുടെ ഇടയിൽ ഈ ഷെക്കേന ഇറങ്ങി. ദൂരേന്നൊരു വ്യക്തി നോക്കുമ്പോ എന്നേക്കാൾ പ്രായമുള്ള ദൈവദാസൻ വ്യാഖ്യാനിച്ച ഇങ്ങനെ, വടിപോലൊരു സാധനം മുകളിലോട്ട് പൊങ്ങി കൊട്ട പോലെ വിഞ്ഞിരിക്കും. മരുന്നിന് പോലും ഒരു സ്വോത്രം പറഞ്ഞു. ഷെക്കേനെ പറ്റി പറഞ്ഞ ദൈവദാസൻ ദൂരേന്ന് നോക്കുമ്പോ മേഘത്തെ പറ്റി പറയാ, വടിപോലൊരു സാധനം മുകളിലോട്ട് പൊങ്ങി കൊട്ട പോലെ. ഇതിന്റെ നടുവിലാണ് 30 ലക്ഷം പേർ. മേഘത്തെ പറ്റി പറഞ്ഞു വരിക. സ്വോത്രം പറഞ്ഞ് ദൂരേറ്റണം.
അവൻ നോക്കിയപ്പോൾ ദൂരമേ കാണുന്ന ജനം അവന് മനസ്സിലായി ഇവര് മരുഭൂമിയിലല്ല, തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ തേജസ്സിന്റെ കീഴിൽ. അവൻ വിളിച്ചു പറയുക, ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ ഈ പ്രദേശത്ത് ഒത്തിരിണ്ടായിരിക്കാം. പക്ഷെ ആത്മാവിനോട് ജനത്തോട് ദൂത് പറയുക, നിങ്ങൾ അറിയാത്തൊരു മേഘത്തിന്റെ കീഴിലാണ്. അത് പൊതിയാണ്. ഓരോ ദിവസങ്ങളെയും ഭീതിപ്പെടുത്തുന്ന വിഷയങ്ങൾ, ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ, ജോലിയോടുള്ള ബന്ധത്തിൽ, ഇതുവരെയുള്ള ബന്ധത്തിൽ, തലമുറയോടുള്ള ബന്ധത്തിൽ, സമയമുള്ള ബന്ധത്തിൽ, ആത്മാവിന്റെ രാവിലെ സമയം ദൂത് പറയും, ഉച്ചയായ സമയത്ത് ദൂത് പറയുക. നിങ്ങൾ അറിയാത്തൊരു പ്രസൻസ് നിങ്ങൾ തനിച്ചു പാർക്കുന്നു ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ. രാവിലെ സമയത്ത് ദൈവത്തിലെ നിന്റെ വേർപാടാ നിന്റെ ശക്തി. ചേർത്ത് സ്വന്തം പറയുന്നത് ശക്തി വർദ്ധിക്കാത്തത്, ഒരു ദുഷ്ടൻ തൊടാത്തത്, ഈ വേർപെട്ട ദൈവത്തിലായിരുന്നു. ക്ഷമിക്കാൻ അവൻ മലയുടെ മണ്ടയിൽ നോക്കിയപ്പോൾ ഒരു കൂട്ടം ജനമിത പാളയം അടിച്ച് കിടക്കുക, കുഴികളോട് കൂടി അടയാളത്തു. അവൻ വിളിച്ചു പറയും, ഇതാ തനിച്ചു പാർക്കുന്നു യാതികളുടെ കൂട്ടത്തില്. വേർപെട്ട യാതിയാണ്, പിടികിട്ടാത്ത വ്യക്തിയാണ്. കൊച്ചുകൊണ്ട് തകർച്ച ശത്രുവിന്റെ വെല്ലുവിളി ഉയർത്തിയതാണ്. പക്ഷെ നിന്റെ അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല.
അഭിചാരം യാക്കോബിനും ദക്ഷിണവിധി ഇസ്രായേലിനും. എനിക്ക് ഈ വേഗത്തിൽ 5 കാര്യം കൂടെ പറഞ്ഞപ്പോൾ ഒന്നാമതായി നമുക്ക് നോക്കാം, മേഘം എന്തിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നു. പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. 91 സംഗീതത്തിന് 1-2 വാക്യങ്ങൾ കാണാതെ അറിയാവുന്ന വാക്യം. അത്യുന്നതന്റെ സർവശക്തന്റെ പ്രസൻസ് അവിടുത്തെ വിഷയം. അവന്റെ സംഗീതവും എന്റെ ദൈവം ഒന്ന് അവിടെ സുരക്ഷിതത്വത്തെ പറ്റി വലിയൊരു ഭാഗം അവിടെ രേഖപ്പെടുത്തി. വേട്ടക്കാരന്റെ കണി, നാശകരമായ ഡെഡ്ലി പെസ്റ്റിലൻസ്, പകർച്ചവ്യാധി കോവിഡ് വന്നപ്പോ നമുക്കൊന്ന് മനസ്സിലായി. ഹല്ലേലൂയ. രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന, ഇരുട്ട് സഞ്ചരിക്കുന്ന, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന, നിന്റെ വശത്ത് 1000, വലതുവശത്ത് സിംഹം, ആനലി, ബാലസിംഹം. ചില്ലറ പ്രശ്നമാണോ? ചില്ലറ പ്രശ്നമാണോ? പക്ഷെ ആ തേജസ്സിന്റെ മറവിൽ പറയപ്പെട്ട ദൈവം തന്നെ പരിശുദ്ധ ഈ പ്രശ്നം ഉണ്ടെങ്കിലും സാന്നിധ്യം അനുഭവിപ്പാൻ വിശ്വസിക്കുന്നവർ സ്തോത്രം പറയണം. ഈ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും സാന്നിധ്യം അനുഭവിക്കുക. നിങ്ങളുടെ കൂമ്പാരങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ സമയം ആ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഇതിനകത്തൊരു ദൂത് ഞാൻ പറയാം. ബാലസിംഹത്തെയും വിരുപ്പാമ്പനെയും മെതിച്ചു കളയും. സ്വന്തം പറഞ്ഞു. പണ്ടേ കാലത്തൊക്കെ നമ്മുടെ നാട്ടിലെ നെൽകൃഷി, ഞങ്ങളുടെ വീട്ടിലൊക്കെ നെൽകൃഷി നടത്തുകയും കാട്ടിട്ടുണ്ട്. കൊയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അത് മെതിക്കുന്നു. പ്രായമുള്ളവരൊക്കെ മനസ്സിൽ കണ്ടു നോക്കി അവർ മെതിക്കുന്നത് എന്തോ ഒരു കാലം കൊണ്ട് കുറച്ചിങ്ങോട്ട് മടക്കി വെച്ചിട്ട് അടുത്ത കാലം കൊണ്ട് ഇപ്പുറത്തോട്ട് മടക്കി വെച്ചിട്ട് വീണ്ടും മടക്കി ചവിട്ടുക. അവസാനത്തെ മണി വരെയും ചവിട്ടി സമയമായോ? ഞാൻ നിർത്താം. ദൂത് പറഞ്ഞിട്ടൊക്കെ നിർത്താം. സ്വത്രം എല്ലാം ചവിട്ടി എന്തോ ദൂത് പറയുക. നിന്റെ നന്മ വിഴുങ്ങിക്കളഞ്ഞ, വാഗ്ദത്തങ്ങളെ ഇന്നലകളിൽ വിഴുങ്ങിക്കളഞ്ഞ ചിലതിനെ ഇന്ന് പകൽ നീ ചവിട്ടാൻ പോകുക. ഈ ചവിട്ടിയാൽ അവന്റെ വായൊന്ന് പൊട്ടാൻ പോകുക. Ciao.
ഹല്ലേലൂയ. 24-ാമത്തെ വാക്യം പുറപ്പാട് പുസ്തകം 14:24. എക്സോഡസ് 14 verses 20. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്നും മിസ്രയീമ സൈന്യത്തെ നോക്കി മിസ്രയീമ സൈന്യത്തെ താറുമാറാക്കി. Praise the Lord. ആമേൻ. 19-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു. അനന്തരം ഇസ്രായേലിയുടെ സൈന്യത്തിന് മുൻപായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുന്നിൽ നിന്ന് മാറി പിൻപിൽ പോയി നിന്നു. ആമേൻ. ഈ സാന്നിധ്യം സുരക്ഷിതത്തെ, പ്രൊട്ടക്ഷനെ കാണിക്കുന്നു. ശത്രുവാട്ടിക്കാർ. ഹല്ലേലൂയ. മുമ്പിൽ നടന്ന ആ സാന്നിധ്യം പുറകിൽ വരിക. എന്തിനാ വരുന്നറിയാമോ? പറവൊരു സൈന്യവും പുറകെ വരുന്നുണ്ട്. അവർ തൊടാതിരിക്കാൻ വേണ്ടി. ഇന്ന് രാത്രി കൃപ വയൽക്കാലം കൃപ പ്രാപിച്ച ദൈവമക്കൾ സ്വന്തം ദൈവം സംഖ്യാപുസ്തകം 10-ാം അധ്യായം 33 മുതൽ ചില വാക്യങ്ങളിലൂടെ വായിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. 10:33 മുതൽ. അനന്തരം അവർ യഹോവയുടെ പർവ്വതം വിട്ട് 3 ദിവസത്തെ വഴി പോയി. യഹോവയുടെ നിയമപെട്ടകം അവർക്ക് വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടത്. രാവിലെ സമയം ദൈവം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വിശ്രാമ